Welcome dear students. കഴിഞ്ഞ ZEOTS-7 ക്വസ്റ്റ്യൻ പേപ്പർ ബോട്ടണി പാർട്ട് ഡിസ്കഷൻ ആണ് ഈ പാർട്ടിൽ. ടോപ്പിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, തേർഡ് ആൻഡ് ഫോർത്ത് പാർട്ട്, അതായത് ഫ്രം ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ഓൺവേർഡ്സ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഡിസോർഡർ change of single base pair in the gene for beta globin chain results in change of glutamic acid to valine? Sickle cell anemia is caused by mutation in a single base pair. Sickle cell anemia is a autosomal recessive gene disorder caused by a recessive gene located on chromosome 11. 11th ക്രോമസോമിലെ അല്ലേ ഒരു റിസസീവ് ജീനാണ് കോസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? അതായത് ഹീമോഗ്ലോബിൻ ഈസ് എ പ്രോട്ടീൻ മെയ്ഡപ്പ് ഓഫ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 4 പോളിപെപ്റ്റൈഡ് ചെയിനുകളുള്ള പ്രോട്ടീനാണ്. സോ 2 are alpha globin chain and 2 are beta globin chain. So 2 identical alpha globin chainum, 2 identical beta globin chainum ചേരുന്നതാണ് ഒരു ഹീമോഗ്ലോബിൻ. And the defect is due to the substitution of valine in place of glutamic acid at the 6th position of beta globin chain. ബീറ്റാ ഗ്ലോബിൻ ചെയിനിന്റെ 6th പൊസിഷനിൽ വരുന്ന ആക്ച്വൽ അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വാലൈൻ വരുമ്പോഴാണ് സിക്കിൾ സെൽ അനീമിയ എന്ന ഡിസോർഡർ വരുന്നത്. സോ ദ ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചൂസ് ദ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ. നമ്മൾ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡറിന് എക്സാമ്പിളായി 2 എക്സാമ്പിൾസേ പഠിച്ചിട്ടുള്ളൂ. ഒരു എക്സാമ്പിളേ പഠിച്ചിട്ടുള്ളൂ ആക്ച്വലി. ഒന്ന് മയോട്ടോണിക് ഡിസ്ട്രോഫിയും വേറൊന്ന് പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഹണ്ടിങ്ടൺസ് കോറിയ. മാക്സിമം ഇത് 2 ഓർമ്മിച്ചിരുന്നാൽ മതി. ബാക്കി നമ്മൾ പഠിച്ച ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് എല്ലാം അല്ലേ, അതായത് സിക്കിൾ സെൽ അനീമിയ, താലസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഫീനൈൽ കീറ്റോനൂറിയ, അതെല്ലാം ഓട്ടോസോമൽ റിസസീവ് ജീൻ ഡിസോർഡർ. അപ്പോൾ ഫീനൈൽ കീറ്റോനൂറിയ ഉണ്ട്, താലസീമിയ ഉണ്ട്, സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ട്, അതെല്ലാം റിസസീവ് ആണ്. അപ്പോൾ ഇതിൽ ഡോമിനന്റ് ഡിസോർഡർ ആയിട്ട് ഏതാണ്? മയോട്ടോണിക് ഡിസ്ട്രോഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. Select the correct statements with respect to the mechanism of sex determination in grasshopper. നമുക്കറിയാം ഗ്രാസ്ഹോപ്പറിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം XO ടൈപ്പ് ആണ്. എന്താണ് XO ടൈപ്പിന്റെ പ്രത്യേകത? Here females are with 2 sets of autosome that can be represented as A plus XX, and the males are with 2 sets of autosome AA plus only 1 X chromosome. So males are always 1 chromosome lesser than female. And during gametogenesis, females produce only 1 type of gametes, only A plus X, while males are capable of producing 2 types of gametes, A plus X and A only, autosomes only. There is no sex chromosome. Since males are capable of producing 2 types of gametes, males are actually heterogametic. Clear? And during fertilization, if the egg is fertilized by sperm with X chromosome, the resultant progeny will be female, and X chromosome. And if the egg is fertilized by sperm without X chromosome, that is autosome only, the resultant progeny will be male, only 1. ഇവിടെ നോർമലി എത്രയാണ് ക്രോമസോം വരികയെന്ന് ചോദിച്ചാൽ ഫിമെയിലിൽ 22 ഓട്ടോസോം പ്ലസ് XX, മെയിലാകുമ്പോൾ 22 ഓട്ടോസോം പ്ലസ് only 1 X chromosome. മനസ്സിലായല്ലോ? ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഇനി നമുക്ക് ചോയ്സസിലേക്ക് പോകാം. ഇനി ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഫീമെയിൽ ഹെറ്ററോഗാമറ്റി. ഇവിടെ ഫീമെയിൽ അല്ല ഹെറ്ററോഗാമറ്റിക് ആയിട്ടുള്ള നമ്മൾ കണ്ടു, മെയിൽസ് ആണ്.
Male produce two different types of gametes, either with or without X chromosome. Correct? X chromosome ulla gamete unda, X illatha gamete unda. So, rendu tharam gamete produce. Total number of chromosomes, that is autosomes and the sex chromosome, is same in both males and female. Female നോക്കൂ 22 autosome plus XX, 24 chromosomes are there. While in male it is 23. ഒരു X chromosome കുറവാണ്. അപ്പോൾ രണ്ടിലും സെയിം എന്നുള്ളത് false അല്ലേ? Then all X, അതായത് XX exotype-ന്റെ ഒരു കോമൺ ഫീച്ചർ ആണ് അല്ലേ? എന്തൊക്കെയാ? Males have one chromosome lesser than female. ജനറൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ. Then all X bear an X chromosome besides autosome. Correct? എല്ലാ എഗ്ഗിലും X chromosomes ഉണ്ടായിരിക്കും besides autosome. So B and D are right option. So answer is option 1. Clear? ഒന്നാണ് correct answer. ഇതിന് മറ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ചില ഇൻസെക്ട്സിലും റൗണ്ട് ഹോപ്സിലുമാണ് കാണപ്പെടുന്നത്. ഇൻസെക്റ്റിന് എക്സാമ്പിളാണ് കോക്രോച്ച് അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ, അതൊക്കെ. അതുപോലെ റൗണ്ട് ഹോംസ്, അസ്കാരിസ് പോലുള്ള റൗണ്ട് ഹോംസിൽ കാണപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mutation arises due to change in a single base pair. അതായത് mutation is the sudden heritable change occur in the genetic constitution of an organism, and ഒരു സിംഗിൾ ബേസ് പെയർ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അത് പോയിന്റ് മ്യൂട്ടേഷൻ. ക്രോമസോമിന്റെ, അതായത് ദ മ്യൂട്ടേഷൻ ദാറ്റ് occur within the structure of a gene, that is called a gene mutation. ജീൻ മ്യൂട്ടേഷനിൽ തന്നെ ഒരു സിംഗിൾ ബേസ് പെയർ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം സംഭവിക്കുന്ന മ്യൂട്ടേഷനാണ് പോയിന്റ് മ്യൂട്ടേഷൻ അല്ലേ? പോയിന്റ് മ്യൂട്ടേഷന് ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ, നമ്മൾ പഠിച്ചു. അടുത്ത ക്രോമസോമിന്റെ സ്ട്രക്ചറിലോ നമ്പറിലോ വരുന്ന മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് ക്രോമസോമൽ മ്യൂട്ടേഷൻ. അത് ക്രോമസോമൽ അബറേഷൻസ് ഉണ്ട്, ന്യൂമറിക്കൽ ചേഞ്ചസ് പ്ലോയിഡി ലെവലിൽ അങ്ങനെയുണ്ട് അല്ലേ? ക്രോമസോമൽ അബറേഷൻ, ദെൻ നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച്. നമുക്കതൊക്കെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അബറേഷൻ ക്രോമസോമിന്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്, ന്യൂമറിക്കൽ ചേഞ്ചിലാണ് പ്ലോയിഡി വരിക. ട്രാൻസ്ലൊക്കേഷൻ അതൊരു അബറേഷൻ ആണ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അബറേഷൻ. ഒരു ക്രോമസോമിൽ നിന്ന് ഒരു സെഗ്മെന്റ് മുറിഞ്ഞ് വേറൊരു ക്രോമസോമിലേക്ക്, ഒരു നോൺ ഹോമോലോഗസ് ക്രോമസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടും. ഇങ്ങനെ രണ്ട് നോൺ ഹോമോലോഗസ് ക്രോമസോമുകൾ തമ്മിൽ സെഗ്മെന്റ് ഓഫ് ജീനുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലൊക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. Board palm with a single palm crease is visible in person suffering from. നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ഡൗൺ സിൻഡ്രം ഉള്ള പേഴ്സൺസ് ഷോർട്ട് സ്റ്റേറ്റർ ആയിരിക്കും, ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ഫേസ്, ഫ്ലാറ്റ് ബാക്ക് ഓഫ് ദ അല്ലേ, സ്മോൾ റൗണ്ട് ഹെഡ്, ബ്രോഡ് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, ഫ്ലാറ്റ് ബാക്ക് ഓഫ് ദ ഹെഡ് അല്ലേ, ഹാൻഡ് ഈസ് ബ്രോഡ് അല്ലേ. പിന്നെന്താണ്? വിത്ത് മെനി ലൂപ്സ് ഫൗണ്ട് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഫിംഗർ. ഫിംഗറിന്റെ ടിപ്പിൽ ധാരാളം ലൂപ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാം പാമിൽ നോക്കൂ, രണ്ട് എന്തുണ്ടായിരിക്കും? പാം ക്രീസ് കാണപ്പെടും അല്ലേ? പാം ക്രീസ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം വരും. ഇത് ജോയിന്റ് ആയിട്ട് ഒരൊറ്റ പാം ക്രീസ് ആയിട്ടേക്കും കാണപ്പെടും. അവയുടെ എന്താണ്, ആ ബ്രെഡ്ത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ പാം ക്രീസ് ആയിരിക്കും കാണപ്പെടുന്നത്. അത് ഡൗൺ സിൻഡ്രം, അതുപോലെ മറ്റു ചില ജനറ്റിക് ഡിസോർഡറിലും ഈ ഒരു ഫീച്ചർ കാണുന്നുണ്ട്. ഡൗൺ സിൻഡ്രത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എന്താണ്? ബ്രോഡ് പാം വിത്ത് സിംഗിൾ പാം ക്രീസ്. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൗൺ സിൻഡ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following symbol represent mating between relatives? അല്ലെ, mating between relatives is called a consanguineous mating. Consanguineous mating എന്ന് പറയുന്നത് നോക്കൂ, ഇതിൽ ഫസ്റ്റ് affected male, affected female അല്ലെ, then sex unspecified, then normal mating ആണ് സെക്കൻഡ് ഓപ്ഷൻ. ഈ തേർഡ് ഓപ്ഷൻ എന്താണ്? consanguineous mating. Consanguineous mating means mating between related individuals. So option 3 is the right answer. ഫോർത്തില് parents above and children's below. ഇവിടെ unaffected parents with an affected male child. അതാണ് fourth symbol representing. So the answer is option 3. Next question number 7. Given below are two statements. Down syndrome is due to the presence of an additional copy of chromosome 1, chromosome 21. അല്ലേ? അപ്പോൾ ഡൗൺ സിൻഡ്രോം ഈസ് കോസ്ഡ് ബൈ ട്രൈസോമി ഓഫ് എത്രാമത്തെ? 21st ക്രോമസോം നമ്പർ 21.
21st chromosomiനുണ്ടാകുന്ന trisomy. Trisomy means 2n plus 1. അല്ലേ? Rarely an individual possesses an extra chromosome in any pair. So, one extra chromosome to that of diploid set is present. Diploid set in ഒരു chromosome അധികം വരും. Presence of one extra chromosome to that of the diploid set is called എന്ത് വിളിക്കുക? അതിനെ വിളിക്കുന്ന പേരാണ് trisomy. ട്രൈസോമി കാരണമുള്ള 2 ഡിസോർഡർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ ഓട്ടോസോമൽ ക്രോമസോമിന്റെ ട്രൈസോമി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് ഡൗൺ സിൻഡ്രം. ലാങ്ഡൺ ഡൗൺ ഇൻ 1866 ആദ്യമായി അതിനെക്കുറിച്ച് പഠനം നടത്തി ഡിസ്കവർ ചെയ്ത്. എനിവേ ഇറ്റ് ഈസ് ഡ്യൂ ടു അഡീഷണൽ കോപ്പി ഓഫ് 21st ക്രോമസോം പെയറിൽ ഒരു ക്രോമസോം എക്സ്ട്രാ വരും. ദെൻ 44 autosomes plus X0's result in Turner syndrome and due to trisomy. X0 condition വരിക എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോം റിഡക്ഷൻ അല്ലേ? അപ്പോൾ 44 autosomes plus XO results in Turner syndrome ആണോ? ടർണർ സിൻഡ്രത്തിന്റെ സംഭവം 44 autosome plus X ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൈസോമി. ഈ ടർണർ സിൻഡ്രം ഈസ് ഡ്യൂ ടു ഏതാണ്? മോണോസോമി. മോണോസോമിയാണ് ആൻസർ. സോ സ്റ്റേറ്റ്മെന്റ് 2 false, 1 is correct. Option 3 is the right answer. 1 correct, 2 incorrect. The next question, 8. Which of the following can cause recombination of unlinked gene? Recombination means ഇപ്പോൾ നമ്മൾ റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീൻ സീഡ് പ്ലാന്റിന് നമ്മൾ മെൻഡൽ ക്രോസ് ചെയ്തു. മെൻഡൽ ക്രോസ്ഡ് എ ട്രൂ ബ്രീഡിംഗ് റൗണ്ട് യെല്ലോ സീഡ് pea plant and a wrinkled green seeded pea plant. In F1 generation, all the plants were round yellow seeded. But when Mendel self-fertilized the F1 generation and produced F2, in addition to round yellow and wrinkled green, he obtained 2 new combinations. That is, round green and wrinkled yellow. And according to Mendel, that new combinations are obtained due to independent assortment of gene pairs. So, recombination is formation of non-parental gene combination. Parental combination അല്ലാതെ non-parental gene combination develop form ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് recombination. And according to Mendel, the recombinants are formed due to independent assortment of gene pairs. Mendelian recombination is due to independent assortment. Independent assortment നടക്കണമെങ്കിൽ ആ ജീനുകൾ അൺലിങ്ക്ഡ് ആയിരിക്കണം, ഡിഫറെന്റ് ക്രോമസോമിലായിരിക്കണം കാണുക. അപ്പോൾ അൺലിങ്ക്ഡ് ജീനുകളുടെ റീകോമ്പിനേഷന് കാരണം അല്ലേ? അൺലിങ്ക്ഡ് മീൻസ് ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ഡിഫറെന്റ് ക്രോമസോം. ഡിഫറെന്റ് ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകൾ. ലിങ്ക്ഡ് ജീൻസ് മീൻസ് ജീൻസ് ലൊക്കേറ്റഡ് ഓൺ സെയിം ക്രോമസോം. സെയിം ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകൾ ലിങ്ക്ഡ് ആണ്. ലിങ്ക്ഡ് ജീൻസ് കനോട്ട് അസോർട്ട് ഇൻഡിപെൻഡന്റ്ലി. ബട്ട് അവിടെയും നമുക്ക് റീകോമ്പിനേഷൻ കിട്ടിയിട്ടുണ്ട്. ലിങ്ക്ഡ് ജീനുകളിലും റീകോമ്പിനേഷൻ കിട്ടിയിട്ടുണ്ട്. സെയിം ക്രോമസോമിൽ ഇരിക്കുന്ന ജീനിന്റെ കേസിലും TH മോർഗൻ സ്റ്റഡീഡ് അബൌട്ട് ലിങ്കേജ്. അപ്പോൾ അയാൾക്ക് അവിടെ റീകോമ്പിനേഷൻ കിട്ടി. അപ്പോൾ ലിങ്ക്ഡ് ജീനുകളുടെ റീകോമ്പിനേഷന് കാരണം ക്രോസിംഗ് ആണ്. സോ റീകോമ്പിനേഷൻ 3 തരം. അതായത് നമ്മൾ പഠിക്കും ജനറ്റിക് വേരിയേഷൻ മെയിൻലി ഡ്യൂ ടു what are they? One is recombination and second one is mutation. Genetic variations are due to both recombination and mutation. Recombination are of 3 types. 1, independent assortment. Recombination means formation of non-parental gene combination. ഞാൻ പറഞ്ഞു റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F2 ജനറേഷനിൽ റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ എന്നീ ന്യൂ ടൈപ്സ് കിട്ടി. അതിന് മെൻഡൽ പറഞ്ഞ റീസൺ ആണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ദെൻ റീകോമ്പിനേഷൻ ഓഫ് ലിങ്ക്ഡ് ജീൻ, അതിന് കാരണം ക്രോസിംഗ് ആണ്. ഇനി മൂന്നാമതൊരു റീസൺ റാൻഡം ഫെർട്ടിലൈസേഷൻ. ദീസ് ആർ ദ 3 causes ഓഫ് റീകോമ്പിനേഷൻ. വാട്ട് ആർ ദേ? മ്യൂട്ടേഷൻ നിങ്ങൾ പഠിച്ചു. ജീൻ മ്യൂട്ടേഷൻ ഉണ്ട്, ക്രോമസോമൽ മ്യൂട്ടേഷൻ ഉണ്ട്. അതിൽ ജീൻ മ്യൂട്ടേഷൻ തന്നെ പോയിന്റ് മ്യൂട്ടേഷൻ, അതിൽ തന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ടൈപ്പ് വരും. ദെൻ ക്രോമസോമൽ മ്യൂട്ടേഷൻ, ക്രോമസോമൽ അബറേഷൻ, ദെൻ ന്യൂമറിക്കൽ ചേഞ്ചസ്, ദെൻ പ്ലോയിഡി ലെവൽ ചേഞ്ചസ്. എനിവേ, റീകോമ്പിനേഷൻ
അത് 3 റീസൺസ് കൊണ്ടുണ്ടാവാം. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ക്രോസിംഗ് ഓവർ ആൻഡ് റാൻഡം ഫെർട്ടിലൈസേഷൻ. റീകോമ്പിനേഷൻ ഈസ് നോട്ട് എ മ്യൂട്ടേഷൻ. അത് 3 ടൈപ്പാണ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, അൺലിങ്ക്ഡ് ജീനുകളുടെ റീകോമ്പിനേഷന് കാരണം ചോദിച്ചാൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. വൈൽ ലിങ്ക്ഡ് ജീൻസിന്റെ എന്താണ് റീകോമ്പിനേഷൻ ഈസ് ഡ്യൂ ടു ക്രോസിംഗ്. ക്ലിയർ? ദ recombination of unlinked genes are due to independent assortment that is proposed by Grigor, Johann Mendel, that is called a law of independent assortment. And recombination of linked genes are due to crossing over, and this is called a crossing over theory of recombination proposed by T.H. Morgan, Thomas Hunt Morgan. Next question. Non-disjunction in meiosis results in. Non-disjunction means the failure of separation of homologous chromosomes of the bivalent. ബൈവാലന്റിലെ ഹോമോലോഗസ് ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനുണ്ടാകുന്ന ഫെയിലുവർ അല്ലേ, അത് അനാഫേസ് 1-ലാണ്. അതുപോലെ അനാഫേസ് 2-ലാണെങ്കിൽ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലുവർ ഉണ്ടാകും. അപ്പോൾ സെപ്പറേഷൻ ഓഫ് homologous chromosomes of the bivalent during anaphase 1 of meiosis, that may അല്ലേ one of the causes of aneuploidy and which may leads to trisomy. അതായത് ക്രോമസോമിന്റെ പേരുകൾ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലുവർ ആയാൽ പേരുകൾ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലാവുമ്പോഴാണ് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഓരോ സൈഡിലും എത്തുന്നത്, ഓരോ പോളിലും എത്തുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ക്രോമസോമൽ പെയർ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലുവർ ആയാൽ ഒരിടത്ത് ക്രോമസോമിന്റെ നമ്പർ കൂടുമ്പോൾ ഒരിടത്ത് ക്രോമസോമിന്റെ നമ്പർ കുറയും. അങ്ങനെ ഉണ്ടാകുന്ന ഇംബാലൻസ് ആണ് അനീപ്ലോയിഡിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതിൽ അനീപ്ലോയിഡിയിൽ ഒരു ഡിപ്ലോയിഡ് സെറ്റിൽ എക്സ്ട്രാ ഒരു ക്രോമസോം അധികം വന്നാൽ അതിന് ട്രൈസോമി എന്നും 2n+1 that can be represented as, and presence of അല്ലേ, that is presence of one extra chromosome to that of diploid set is called trisomy, and sometimes one chromosome lacking from any pair, that is one chromosome absent from the diploid set, that is called monosomy 2n-1. ട്രൈസോമി കാരണം നമ്മൾ 2 ഡിസീസ് പഠിച്ചു. ഒന്ന് ഡൗൺ സിൻഡ്രം, അത് ഓട്ടോസോമൽ ട്രൈസോമിയാണ്. അതേസമയം ക്ലൈൻഫിൽറ്റർ സിൻഡ്രം എന്താണ്, സെക്സ് ക്രോമസോമിനുണ്ടാകുന്ന ട്രൈസോമി. ദെൻ ടേർണർ സിൻഡ്രം, മോണോസോമിക് എക്സാമ്പിളായി പഠിച്ചത് ടേർണർ സിൻഡ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താലസീമിയ ഇൻ ഹ്യൂമൻസ്. സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് താലസീമിയ നോക്കാം. ഇറ്റ്സ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ബ്ലഡ് ഡിസീസ്. Thalassemia is caused by a recessive gene located on autosome. Thalassemia alpha ആണെങ്കിൽ chromosome 16, beta ആണെങ്കിൽ chromosome 11. It can transmit from parents to offspring when both parents are unaffected carriers or heterozygous. നമ്മൾ പഠിച്ചതാണ് ഓട്ടോസോമൽ റിസസീവ് ജീൻ ഡിസോർഡറുകളുടെ ഒരു കോമൺ ഫീച്ചറാണ്. ദ ഡിസോർഡർ ഈസ്, അത് ഫിനൈൽ കീറ്റോനൂറിയ ആകട്ടെ, സിസ്റ്റിക് ഫൈബ്രോസിസ് ആകട്ടെ, അല്ലെങ്കിൽ ഇനി സിക്കിൾ സെൽ അനീമിയ ആകട്ടെ. ഓട്ടോസോമൽ റിസസീവ് ജീൻ ഡിസോർഡേഴ്സ് യൂഷ്വലി ട്രാൻസ്മിറ്റഡ് ഫ്രം അൺഅഫക്റ്റഡ് കാരിയർ കാരിയർ പാരൻസ്, അൺഅഫക്റ്റഡ് കാരിയേഴ്സ് ആയ പാരൻസിൽ നിന്ന്, ദാറ്റ് ഈസ് ഹെറ്ററോസൈഗസ് ആയിരിക്കും അല്ലേ, സം ഓഫ് ദെയർ പ്രോജനീസ്. അപ്പോൾ ദ ഡിസീസ് ഈസ് യൂഷ്വലി ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിംഗ് വെൻ both the parents are unaffected carriers or heterozygous for the disorder. Then it is caused due to aneuploidy. Aneuploidy എന്ന് പറയുന്നത് ഒരു ക്രോമസോമൽ മ്യൂട്ടേഷൻ. ക്രോമസോമിന്റെ നമ്പർ 1 കൂടുകയോ കുറയുകയോ ചെയ്യുക, 2 കൂടുകയോ കുറയുകയോ ചെയ്യുക, കണ്ടീഷനാണ് അനീപ്ലോയിഡി. ഇത് ജീൻ മ്യൂട്ടേഷൻ ആണ്, നമ്മൾ പഠിച്ചു അല്ലെ. സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് അത്. താലസീമിയ ആണെങ്കിൽ ക്രോമസോം 16-ലുള്ള 2 ജീനുകൾക്ക് ഉണ്ടാകുന്ന ഡിഫക്റ്റ്. ദ മോർ ജീൻ എഫക്റ്റഡ്, ആ 2 ജീനുകളാണ് നമ്മുടെ ആൽഫ ഗ്ലോബിൻ ജീനിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിലേതെങ്കിലും ഉണ്ടാകുന്ന ഡിഫക്റ്റ്, അതിൽ ദ മോർ ജീൻ എഫക്റ്റഡ് ലെസ് ഗ്ലോബിൻ വിൽ ബി സിന്തസൈസ്ഡ്. ബീറ്റ താലസീമിയ ക്രോമസോം ലെവലിലുള്ള സിംഗിൾ ജീനാണ് അത് കോസ് ചെയ്യുന്നത്. എനിവേ സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ കാരണമുള്ള ഡിസോർഡറുകളാണ് ഈ മെന്റലിയൻ ഡിസോർഡേഴ്സ്, അതിൽ വരുന്നതാണ് താലസീമിയ. അപ്പോൾ അനീപ്ലോയിഡി അല്ല, ക്രോമസോമൽ മ്യൂട്ടേഷൻ ആണ് അനീപ്ലോയിഡി. Then it is caused due to either mutation or deletion of the gene coding for that globin gene. അല്ലെ, ഗ്ലോബിൻ ജീനിനെ കോഡ് ചെയ്യുന്ന ആൽഫയോ ബീറ്റയോ കോഡ് ചെയ്യുന്ന ജീനിൽ ഉണ്ടാകുന്ന ഡിലീഷനോ മ്യൂട്ടേഷനോ ആണ്, ബേസ് പെയറിന്റെ ഡിലീഷനോ മ്യൂട്ടേഷനോ ആണ് ഏതിന് കാരണം, ഈ താലസീമിയയ്ക്ക് കാരണം. ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ഡിഫക്റ്റ്. നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ഡിഫക്റ്റ് ഇൻ ഗ്ലോബിൻ സിന്തസിസ് ഈസ് സിക്കിൾ സെൽ അനീമിയ. താലസീമിയ ഡിഫർ ഫ്രം സിക്കിൾ സെൽ അനീമിയ. താലസീമിയ ഈസ് എ
quantitative problem of synthesizing very few globin molecule. അതായത് ആൽഫ ഗ്ലോബിനെ സിന്തസൈസ് ചെയ്യുന്ന ജീനുകൾ മ്യൂട്ടേറ്റഡ് ആയാൽ ആൽഫ ഗ്ലോബിൻ്റെ സിന്തസിസിൽ റിഡക്ഷൻ ഉണ്ടാവും. ബീറ്റ ഗ്ലോബിനെ സിന്തസൈസ് ചെയ്യുന്ന ജീനിൽ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ബീറ്റ ഗ്ലോബിൻ്റെ സിന്തസിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ. ദാറ്റ് ഈസ് താലസീമിയ ഈസ് എ ഇൻഹെറിറ്റഡ് ബ്ലഡ് ഡിസീസ് ഇൻ വിച്ച് എന്താണ് റിഡക്ഷൻ ഇൻ സിന്തസിസ് ഓഫ് വൺ ഓഫ് ദ ഗ്ലോബിൻ ജീൻ ദാറ്റ് മേക്സ് അപ്പ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ സിന്തസിസിന് കാരണമായ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഗ്ലോബിൻ ജീനിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ സിന്തസിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ, അത് ആൽഫ ഗ്ലോബിൻ്റെ സിന്തസിൽ ഉണ്ടാകുന്ന റിഡക്ഷനെ ആൽഫ താലസീമിയ എന്നും ബീറ്റ ഗ്ലോബിൻ ജീനിൻ്റെ സിന്തസിൽ ഉണ്ടാകുന്ന റിഡക്ഷനെ ബീറ്റ താലസീമിയ എന്നും പറയും. ക്ലിയർ? എന്നാൽ അപ്പോൾ ദാറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം, നോട്ട് ക്വാളിറ്റേറ്റീവ്. സിക്കിൾ സെൽ അനീമിയ നിങ്ങൾക്കറിയാം, ബീറ്റ ഗ്ലോബിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വരും? വാലൈൻ വരും. സോ ദാറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. So sickle cell anemia is a qualitative problem of a globin synthesis, while thalassemia is a quantitative problem of a globin synthesis. So here the answer, A, B and D correct ആണ്. ബാക്കി സിയും ഡിയും ഇൻകറക്റ്റ് ഓപ്ഷൻ. സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. ചൂസ് ദ കറക്റ്റ് റിഗാർഡിംഗ് ഹണി ബി. ഹണി ബിയിലെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഹാപ്ലോ അല്ലേ, ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. എന്താ ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിന്റെ പ്രത്യേകത? ഇവിടെ മെയിൽസ് ഹാപ്ലോയിഡ് ആയി, ഫീമെയിൽസ് ഡിപ്ലോയിഡ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പൊ നോർമലി ഇവിടുത്തെ മെയിലുകൾ, ആദ്യം ഫീമെയിൽസ് നമുക്ക് നോക്കാം. ഹണി ബിയിലെ 2n നമ്പർ ഡിപ്ലോയിഡ് ആയിരിക്കും, 32 ആണ് ക്രോമസോം നമ്പർ. മെയിൽസ് ഹാപ്ലോയിഡ് ആയിരിക്കും, അപ്പോൾ n നമ്പർ ഓഫ് ക്രോമസോംസ് കാണും 60. ഇവിടെ മെയിൽസിൽ നിന്ന് എപ്പോഴും ഗ്യാമേറ്റ്, ആദ്യം ഫീമെയിൽസ് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഫീമെയിൽ ഡിപ്ലോയിഡ് അല്ലേ, സോ ഫീമെയിൽ പ്രൊഡ്യൂസ് ഗ്യാമേറ്റ് ബൈ വിച്ച് ഡിവിഷൻ? മിയോസിസ്. ക്ലിയർ അല്ലേ? അതേസമയം മെയിൽസ് ആണെങ്കിലോ ദാറ്റ് പ്രൊഡ്യൂസ് ഗ്യാമേറ്റ് ബൈ മെയിൽ ഹാപ്ലോയിഡ് ആണ്. Gametes are always haploid. Whether the parent producing gametes are haploid or diploid, gametes are always haploid. Clear അല്ലേ? നോക്കാം നമുക്കിവിടെ. ഇവിടെ ഈ ഫിമെയിലിൽ നിന്ന് എത്ര ടൈപ്പ് ഗാമേറ്റ് ഉണ്ടാവും? അല്ലെ, ഒരൊറ്റ ടൈപ്പ് ഗാമേറ്റ് ഉണ്ടാവും, N16 ഉള്ള. ഞാനിവിടെ N16 ഒന്നിലും N16 വേറൊന്നിലും 16 ഇങ്ങനെയുള്ള ഗാമേറ്റ്. മെയിൽസ് ആണെങ്കിലോ മൈറ്റോസിസ് വഴിയാണ് ഗാമേറ്റ് ഫോം ചെയ്യുക, സോ N16 ആയിരിക്കും. Then fertilization. If the egg is fertilized by a male gamete, the resultant progeny will be n plus n, 2n or 32 വരുന്നത് എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് നടന്നാൽ, ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഉണ്ടാകുന്ന പ്രോജനി നോക്കാം. ഫെർട്ടിലൈസേഷൻ നടന്നു, സിംഗമി അഥവാ ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഉണ്ടാകുന്ന പ്രോജനി എന്തായിരിക്കും? 2n 32. എന്നാൽ ഒരു അൺഫെർട്ടിലൈസ്ഡ് എഗ് പാർത്തനോജനസിസ് വഴി ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിരിഞ്ഞുണ്ടാകുന്ന പ്രോജനിയാണ്. അപ്പോഴവിടെ എന്തായിരിക്കും? N16 കാണത്തുള്ളൂ, അത് മെയിലായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഫീമെയിൽസും മെയിൽസും ഫോം ചെയ്യുന്നത്. ഇനി നോക്കൂ, മെയിൽസ് ഹാവ് ഓൺലി സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം. കറക്റ്റ് അല്ലേ? മെയിൽസിന് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം ആണുള്ളത്, N16 ആണ്, ഒരു സെറ്റേ ഉള്ളൂ. മെയിൽസ് ആർ ഹാപ്ലോയിഡ്, ഒരു സെറ്റ് ക്രോമസോം ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹാപ്ലോയിഡ് എന്ന് വിളിക്കും. ഫിമെയിൽ പ്രൊഡ്യൂസ് ഗാമേറ്റ് ബൈ മിയോസിസ്. മെയിൽസ് ആണെങ്കിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈറ്റോസ് വഴിയാണ്. സോ ഈ പറഞ്ഞ ഇനി ഫിമെയിൽസ് ആർ ഫോംഡ് ബൈ സിംഗമി ഓർ ഫെർട്ടിലൈസേഷൻ, മെയിൽസ് ആർ ഫോംഡ് ബൈ പാർത്തനോജനസിസ്. ഇതാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിന്റെ ഫീച്ചർ. ഹണി ബി, വാസ്പ്, ആൻസ്, അതിലൊക്കെ നമുക്ക് ഇത്തരം മെക്കാനിസം കാണാവുന്നതാണ് ചില ഇൻസെക്ട്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് ഓപ്ഷൻ 4. The next question. Choose the wrong. About 4.4% of the males are colorblind in human population. നമ്മൾ പഠിച്ചതാണ് 0.4% ഫീമെയിൽ പോപ്പുലേഷനും
about 8% male population color blindness. Color blindness is a sex-linked genetic disorder caused by a recessive gene located on X chromosome. X-linked genetic disorder. Sex-linked, X-linked genetic disorder. And this disorder this recessive gene affected red or green corn cells of eye, resulting in a failure of discriminating red and green color. Red green കളറുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനുണ്ടാകുന്ന ഫെയിലിയർ. കാരണം റെഡ് ഗ്രീൻ കോൺ സെല്ലുകളെയാണ് ഈ റിസസീവ് ജീൻ്റെ ആ മ്യൂട്ടേഷൻ കാരണം സംഭവം അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ 8% ഓഫ് മെയിൽ പോപ്പുലേഷൻ ആൻഡ് 0.4% ഓഫ് ഫീമെയിൽ പോപ്പുലേഷൻ. അതായത് എക്സ്-ലിങ്ക്ഡ് ജനറ്റിക് ഡിസോർഡേഴ്സ് എപ്പോഴും പ്രോമിനൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക മെയിലായിരിക്കും. കാരണം സിൻസ് മെയിൽസ് ഹാവ് ഓൺലി 1 X chromosome, he has only 1 allele for that particular ക്യാരക്ടർ. ഒരൊറ്റ അലീലേ ഉള്ളൂ. ആ കണ്ടീഷൻ നമ്മൾ ഹെമിസൈഗസ് എന്ന് പറയും. ഇഫ് എ ജീൻ ഹാസ് 1 allele ഇൻ ആൻ ഇൻഡിവിജ്വൽ, ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ ഏതൊരു ജീനിന്റെ 2 അലീൽസ് വരണം. എന്നാൽ ഈ പറഞ്ഞ എക്സ്-ലിങ്ക്ഡ് ജീനുകളുടെ പ്രത്യേകത സിംഗിൾ അലീലേ കാണത്തുള്ളൂ. വൈ-ലിങ്ക്ഡ് ജീന്, അപ്പോൾ സെക്സ്-ലിങ്ക്ഡ് ജീൻസ് ഇൻ മെയിൽസ് ആർ ഹെമിസൈഗസ്. കാരണം മെയിലുകളിലെ സെക്സ്-ലിങ്ക്ഡ് ജീനുകൾ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമേ ഉള്ളൂ. അപ്പം മെയിലിൽ കാണപ്പെടുന്ന സെക്സ്-ലിങ്ക്ഡ് ജീനുകൾ എങ്ങനെയുള്ളതായിരിക്കും? ഹെമിസൈഗസ് ആയിരിക്കും. അതിനുള്ളിൽ 1 allele മാത്രമേ ഉണ്ടാവൂ. സോ ഹിയർ പ്രോബബിലിറ്റി ഓഫ് മെയിൽസ് അഫക്റ്റഡ് ആർ മോർ. അപ്പോൾ 8% മെയിൽ പോപ്പുലേഷനിൽ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഫോൾസ് അല്ലേ. ദെൻ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. ബോത്ത് കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് ഹീമോഫീലിയ ആർ ഹെമിസൈഗസ് ലോസൈ ഇൻ മെയിൽ. മെയിലിലെ ലോക്കസ് ഹെമിസൈഗസ് അല്ലേ. കാരണം കളർ ബ്ലൈൻഡ്നെസ്സിനും മെയിലില് ഒരു ജീൻ മാത്രമേ ഉള്ളൂ. അത് ഡോമിനന്റ് ആയാൽ അൺഅഫക്റ്റഡ്, റിസസീവ് ആയാൽ അഫക്റ്റഡ്. അതുപോലെ ഹീമോഫീലിയയ്ക്കും ഒരൊറ്റ ജീനേ ഉള്ളൂ, ഒരൊറ്റ അലീലേ ഉള്ളൂ. അത് അഫക്റ്റ് ഡോമിനന്റ് വന്നാൽ അൺഅഫക്റ്റഡ്, റിസസീവ് വന്നാൽ അഫക്റ്റഡ്. ഹീമോഫീലിയ ഈസ് ആൻ അഫക്റ്റഡ് ക്ലോട്ടിംഗ് ഫാക്ടർ. ക്ലോട്ടിംഗ് ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ്. ഹീമോഫീലിയ എ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ 8 ഡെഫിഷ്യൻസി കൊണ്ടും, ഹീമോഫീലിയ ബി ക്ലോട്ടിംഗ് ഫാക്ടർ 9. ക്ലോട്ടിംഗ് ഫാക്ടർ 8 എന്ന് പറയുന്നത് ആന്റി ഹീമോഫിലിക് ഗ്ലോബുലിൻ എന്ന പ്രോട്ടീൻ. ക്ലോട്ടിംഗ് ഫാക്ടർ 9 പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ. അപ്പോൾ ആന്റി ഹീമോഫിലിക് ഗ്ലോബുലിൻ എന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസോർഡറാണ് ഹീമോഫീലിയ എ. പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന ക്ലോട്ടിംഗ് ഫാക്ടർ 9 ഡെഫിഷ്യൻസി കൊണ്ടാണ് ഹീമോഫീലിയ ബി. Color blindness affect corn cells. It affect red green corn cells of eye. So the option A is the right answer. Next question. Find the odd one in context of Down syndrome. Big and wrinkled tongue. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സ്മോൾ ഹെഡ് ആയിരിക്കും, ഫ്ലാറ്റ് ബാക്ക് ഓഫ് ദ ഹെഡ്, ബ്രോഡ് ഫ്ലാറ്റ് ഫേസ്, ടങ് ഈസ് ബിഗ് ആൻഡ് wrinkled, partially opened tongue with protruding mouth, then short and broad hand. പിന്നെന്താണ്? പാം ബ്രോഡ് ആയിരിക്കും with a single palm crease, many loops found at the tip of the finger, congenital heart disease, retardation in mental, physical and psychomotor development. ഇതെല്ലാം നോക്കൂ. ബിഗ് ആൻഡ് wrinkled tongue കറക്റ്റ് ആണ്. then flat back of the head and broad flat face കറക്റ്റ് ആണ്. congenital heart disease correct ആണ്. But rudimentary ovary is associated with a Turner syndrome. So word one is rudimentary ovary, option 3. Next question. Female heterogamety. Female heterogametic ആയിട്ടുള്ള നമുക്കറിയാം ഫോൾസിൽ അല്ലെങ്കിൽ ബേർഡ്സിലാണ്. കാരണം ബേർഡ്സിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ZW ആണ്. Z വന്നാൽ അത് മെയിൽ, ZW വരുന്നത് female. So females are heterogametic. Haploid sex determination. Haploid sex determination, haplodiploid. ഏതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു? ഹണി ബി. മെയിൽ heterogametic. Males are heterogametic in ഏതിലാണ്? രണ്ട് ഓപ്ഷനിലും മെയിൽ heterogametic ആണ്. ഡ്രോസോഫിലയിലും അതുപോലെ തന്നെ റൗണ്ട് വേംസിലും മെയിൽസിനെ 2 തരം ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോർ കറക്റ്റ് ചെയ്ത ഓപ്ഷൻ നോക്കണം. അടുത്ത ഫോർത്ത് ഓപ്ഷൻ നോക്കൂ. XY ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഡ്രോസോഫില.
XY type, XX, XY type sex determination, ഇതിൽ ഏതിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഡ്രോസോഫില്ലയ്ക്കല്ലേ. അതേസമയം ഡ്രോസോഫില്ലയിലും മെയിൽ ഹെറ്ററോഗാമറ്റിക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോയ്സ് റൗണ്ട് വേംസ് മെയിൽ ഹെറ്ററോഗാമറ്റിക് ഓപ്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ രണ്ടും ഡ്രോസോഫില്ലയും അതുപോലെ തന്നെ റൗണ്ട് വേംസും മെയിൽ ഹെറ്ററോഗാമറ്റിക് എക്സാമ്പിൾ ആണ്. ബട്ട് ദിസ് XX ഫോർത്ത് statement is applicable to Drosophila only. XX, XY type sex determination is found in E choices Drosophila. So option 1D, 2C, 3B and 4 A, that is option 4 is the right answer. Next question, find out the incorrect match. Henking discovered X body in 1891. While studying the spermatogenesis of some insects, Henking noticed the presence of a particular nuclear structure while he studying the spermatogenesis of some insects. 50% of the sperm receive a peculiar nuclear structure from its sperm mother cell, while other 50% does not obtain. And he called it as X body because of its characteristic shape. Later it was found that X body is actually a chromosome and given the name X chromosome. Then Alfred Stuyvesant chromosome map, first chromosome map construct the Alfred Stuyvesant ആണ് right option. T.H. Morgan chromosome theory of inheritance 1902 false. Chromosome theory of inheritance was put forward by Walter Sutton and Theodore Boveri in 1902, and Sutton and Boveri noticed the parallelism between behavior of genes and chromosome. That is also right. Chromosome theory of inheritance proposed ചെയ്തതന്നെ Sutton and Boveri independently noticed the parallelism between the behavior of genes and behavior of chromosomes, behavior of genes during inheritance and behavior of chromosome during cell division. So idila third option ആണ് false. Next question, select the incorrect statement. In male grasshoppers, 50% sperms have no sex chromosome. നമ്മൾ നേരത്തെ ഏതിൻ്റെയാ ഗ്രാസ്ഹോപ്പറിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ എഴുതിയതാണ്. അവിടെ ഗ്രാസ്ഹോപ്പറിലെ മെയിൽസ് എന്ന് പറയുന്നത് 2 sets of autosome പ്ലസ് X0. അപ്പോൾ ഇവിടുന്ന് ഗാമേറ്റ് ഉണ്ടാകുമ്പോൾ ഓട്ടോസോം പ്ലസ് എക്സ് ഉള്ള ഗാമേറ്റ് ഉണ്ടാവും, ഓട്ടോസോം പ്ലസ് വിത്തൗട്ട് സെക്സ് ക്രോമസോം 0. അപ്പോൾ രണ്ടു തരം ഗാമേറ്റ്സ് ഉണ്ടായി. അപ്പോൾ 50% spermil X chromosome കാണും, 50% have no sex chromosome. That is right option. Then in domesticated fowls, the sex of the progeny depends upon sperm rather than egg. തെറ്റല്ലേ? Domesticated fowls in the sex determination ZW വരുന്നത് ഏതിലാണ്? ഫിമെയിലാണ്. So the type of egg getting fertilized, that determine the sex of the child, not the sperm. Next option 3, human males have one of their chromosomes much shorter than other. So male X chromosome longer ആണ്, Y chromosome shorter ആണ്. അപ്പോൾ അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. അതേസമയം നിങ്ങൾ ഡ്രോസോഫില്ലയിൽ പഠിച്ചു, ഇൻ ഡ്രോസോഫില്ല Y chromosome possess curved tip, inverted J ഷേപ്പിലായിരിക്കും കാണുന്നത്. അപ്പോൾ അതും കറക്റ്റ് ഓപ്ഷൻ ആണ്, ഓപ്ഷൻ 3. Then female heterogamety is found in birds. Female heterogamety ബേർഡ്സിൽ കാണപ്പെടുന്നു എന്നുള്ള കറക്റ്റ് ആണ്. ZW ആണ്. അപ്പോൾ 2 സെറ്റ് ഓട്ടോസോംസ് പ്ലസ് ZW, ഓട്ടോസോം പ്ലസ് Z ഉള്ള ഗാമേറ്റ്, അതായത് X ഉള്ളതും ഉണ്ടാവും, ഓട്ടോസോം പ്ലസ് W Y ഉള്ളതും ഉണ്ടാവും, 2 ടൈപ്പ് ഗാമേറ്റ്. സോ ഫീമെയിൽ heterogamety is characteristic feature of birds. So option 4 is also right. അപ്പോൾ ഇവിടെ wrong, incorrect statement second. The next question. Consider the following statement A to C and choose the option that contain correct statements only. Additional copy of X chromosome in male results in Klinefelter syndrome. മെയിൽസിന് നോർമലി വരേണ്ടത് നിങ്ങൾക്കറിയാം 44 autosomes plus XY ആണ്. But here one extra chromosome, the 44 autosome plus XY. This is the Klinefelter syndrome. So option 1 is correct. Statement A is correct. Then the possibility of male become hemophilic is extremely rare. False അല്ലേ? Possibility of male become hemophilic എന്ന് പറയുന്നത് അല്ലേ, റയർ അല്ല. മെയിൽസിനാണ് മോർ, എന്താണ്, മെയിൽസ് ആർ മോർ അഫക്റ്റഡ്.
female, probability of females become hemophilic since female contain 2 X chromosome. A hemophilic female is born when both the X chromosome contain the recessive allele. 2 X chromosomeilum recessive allele undengile disease idavu. അപ്പോൾ മെയിൽസ് അഫക്റ്റഡ് ആവാനുള്ള കാരണം സിൻസ് മെയിൽ ഹാവ് ഓൺലി 1 X chromosome, ഒരു recessive allele വന്നാൽ ഡിസീസാണ്. അപ്പോൾ രണ്ട് ചാൻസ്, ഒന്നുകിൽ നോർമൽ അല്ലെങ്കിൽ എന്താണ് അൺഅഫക്റ്റഡ്, അഫക്റ്റഡ്. അതേസമയം ഫിമെയിൽസിൻ്റെ കേസിൽ അൺഅഫക്റ്റഡ് ഉണ്ട്, കാരിയസ് ഉണ്ട്, അഫക്റ്റഡ് ഉണ്ട്. കാരണം 2 X chromosome ഉണ്ട്, രണ്ടിലും recessive allele വന്നാലേ അഫക്റ്റഡ് ആവും. Then cystic fibrosis is an autosomal, not dominant, recessive. So only A option is correct. Next question. The law of segregation and law of independent assortment is explained by dash movement of chromosome. ഏതിലാണ്? അനാഫേസ് 1-ലാണ് ക്രോമസോംസ് അല്ലേ പെയറുകളായി അലൈൻ ചെയ്ത്, മെറ്റാഫേസിൽ പെയറുകളായി അലൈൻ ചെയ്തിരിക്കുന്ന ക്രോമസോമുകൾ ഇൻഡിപെൻഡൻ്റ് ആയി സെഗ്രിഗേറ്റ് ചെയ്യുന്നത് ഏതിലാണ്? അനാഫേസ് 1-ലാണ്. സോ എന്താണ്? law of segregation and law of independent assortment is explained by movement of chromosome during anaphase 1. That is the right answer. This was studied by Sutton and Mowery. They used a chromosome movement to explain the Mendel's law. Mendel's law explain ചെയ്യാൻ വേണ്ടി അവർ chromosome movement യൂസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്. Next question. A normal woman whose father was hemophilic. Normal woman whose father was hemophilic. അപ്പോൾ ഫാദർ ഹീമോഫിലിക് ആണെങ്കിൽ മസ്റ്റായിട്ടും ഒരു റെസസീവ് അലീൽ കിട്ടണം. അപ്പോൾ ഇതാണ് അല്ലേ ആ ഫീമെയിലിൻ്റെ പ്രത്യേകത. ഫീമെയിൽ കാരിയർ ആയിരിക്കും ബട്ട് അൺഅഫക്റ്റഡ്. നോർമൽ ഫീമെയിൽ ബട്ട് ഹൂസ് ഫാദർ വാസ് ഹീമോഫിലിക്. അപ്പോൾ ഫാദറിൽ നിന്ന് ഒരു X chromosome കിട്ടി, അതിൽ റെസസീവ് അലീലുണ്ട്. മാരി എ നോർമൽ മാൻ. അപ്പോൾ ഒരു നോർമൽ മെയിലിനെ മാരി ചെയ്തു. നോർമൽ മെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2 X അല്ലെ, ഒരു X chromosome ഒരു Y chromosome ആണ്. X chromosome recessive allele ഇല്ല. വാട്ട് ഈസ് ദ പെർസെന്റ് ഓഫ് ദെയർ മെയിൽ ചൈൽഡ് അല്ലെ, അതായത് സൺ ഓഫ് എ വുമൺ ഹു ക്യാരി ദ ജീൻ ഫോർ ഡിസോർഡർ ഹാസ് 50% ചാൻസ് ഫോർ ഹീമോഫീലിയ ആസ് വെൽ എസ് കളർ ബ്ലൈൻഡ്നസ്. എക്സ് ലിങ്ക്ഡ് അല്ലെ റിസസീവ് ജീൻ ഡിസോർഡറുകളുടെ പ്രത്യേകത കാരിയർ ആയിട്ടുള്ള ഒരു ഫിമെയിലിന് അഫക്റ്റഡ് മെയിൽ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി 50% ആണ്. നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ഫിമെയിലിൽ 2 ടൈപ്പ് ഗ്യാമേറ്റ് ഉണ്ടാവും, എക്സും റിസസീവ് അലീലുള്ള എക്സും. ദെൻ മെയിൽ 2 ടൈപ്പ് എക്സ് വൈ അല്ലേ. ഇനി മെയിൽ പ്രോബബിലിറ്റി മാത്രം ഞാനിവിടെ പറയാം. നോക്കൂ, ഈ എക്സ് ഉള്ളത് വൈ ക്രോമസോമായിട്ട് ചേർന്നാൽ എക്സ് വൈ ആരായിരിക്കും? നോർമൽ മെയിൽ. അടുത്ത ഈ എക്സ് എച്ച് ഉള്ളത് വൈയുമായി ചേർന്നാൽ എക്സ് എച്ച് വൈ ആരാണ്? ഹീമോഫിലിക് മെയിൽ. അപ്പോൾ 2 പ്രോബബിലിറ്റിയാണ്. ഒന്നുകിൽ നോർമൽ അല്ലെങ്കിൽ ഹീമോഫിലിക് മെയിലിന്റെ ചാൻസ്. ഫിമെയിൽ ഒന്ന് കാരിയർ ആയിരിക്കും, ഒന്ന് നോർമൽ ആയിരിക്കും. ചോദിച്ചത് മെയിലിന്റെ ആണ്. ഇപ്പോൾ 50% ചാൻസ് ആണ് ഹീമോഫീലിയ വരാൻ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ എ മോണോസോമിക് അബ്നോർമാലിറ്റി ഇൻ ഹ്യൂമൻ. മോണോസോമി 2n-1 ആണ്. 2n-1 ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി നമ്മൾ ഒന്നാണ് പഠിച്ചത്. ഏതാണ്? ടെർണർ സിൻഡ്രം. അതേസമയം ക്ലൈൻഫിൽറ്റർ സിൻഡ്രം അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രം എന്നിവ ട്രൈസോമി 2n+1 കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് ഈസ് നോട്ട് എ ക്രോമസോമൽ ഡിസോർഡർ ബട്ട് ഇറ്റ് ഈസ് ആൻ ഓട്ടോസോമൽ റിസസീവ് ജീൻ ഡിസോർഡർ, മെൻഡലിൻ ഡിസോർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനീപ്ലോയിഡി ക്യാൻ അറൈസസ് ഡ്യൂ ടു. അനീപ്ലോയിഡിക്കുള്ള 2 റീസൺ നമ്മൾ പഠിച്ചതാണ്. ഒന്ന്, ഫെയിലുവർ ഓഫ് സെപ്പറേഷൻ ഓഫ് homologous chromosomes of the bivalent during anaphase 1 of meiosis. മിയോസിസിലെ അനാഫേസ് 1-ൽ ഹോമലോഗസ് ക്രോമസോംസിന്റെ പേരുകൾ മെറ്റാഫേസിൽ അലൈൻ ചെയ്ത് ഇങ്ങനെ ഒരൊറ്റ ഇക്വറ്റോറിയൽ പ്ലെയിനിലിരിക്കുകയാണ്. ആ പേരുകളിൽ ഏതെങ്കിലും ഒരു പേർ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലുവർ ആയാൽ നമുക്കറിയാം ഒരു പോളിലേക്ക് ഒരു ക്രോമസോം അധികം പോകും, ഒരു പോളിൽ ഒരു ക്രോമസോം കുറവ് വരും. അപ്പോൾ ക്രോമസോമിന്റെ ഇംബാലൻസ് അങ്ങനെ ഉണ്ടാവും അല്ലെ. അങ്ങനെ 2n-1 2n+1 കണ്ടീഷൻ അറൈസ് ചെയ്യാം. ഇനി രണ്ടാമതൊരു ചാൻസ് മിയോസിസ് സെക്കൻഡിൽ അനാഫേസ് 2-ൽ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലുവർ ഉണ്ടാവും. അത് മിയോസിസിൽ മാത്രമല്ല മൈറ്റോസിലും ഉണ്ടാവും. അപ്പോൾ ഫെയിലുവർ ഓഫ് സെപ്പറേഷൻ ഓഫ് എന്താണ് ക്രൊമാറ്റിഡ്സ് ഓഫ് ദ ക്രോമസോം ഡ്യൂറിങ് അനാഫേസ് 2, അതുപോലെ ഫെയിലുവർ ഓഫ് അനാഫേസ് 1 സെഗ്രിഗേഷൻ ഇൻ ബൈവാലന്റ്. 2 ഓപ്ഷനും. ഫെയിലുവർ ഓഫ് സൈറ്റോകൈനസിസ് ആണെങ്കിൽ
that leads to increase in the whole set of chromosome, leading to a condition called a polyploidy. അപ്പോൾ പോളിപ്ലോയിഡിക്ക് ഒരു ചാൻസ് ആണ് ഏതാ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ്. അതേസമയം അനിപ്ലോയിഡിക്ക് കാരണം ഒന്നുകിൽ ഏതാണ് ഫെയിലിയർ ഓഫ് സെപ്പറേഷൻ ഓഫ് homologous chromosomes of the bivalent during anaphase 1 of meiosis. Second, failure of separation of chromatids during anaphase 2 of meiosis or anaphase of mitosis. അപ്പോൾ ഇവിടെ anaphase 2 of meiosis ഉണ്ട്. Both option 2 and 3 is the right answer. Option 4. Then thalassemia beta, the locus of thalassemia beta. Thalassemia is a recessive gene causing autosomal blood disorder, and the locus of thalassemia and a reduction in synthesis of one of the globin chain that makes up hemoglobin, and which globin chain synthesis is affected depending upon either globin synthesis is affected. Thalassemia may be divided into two types, alpha thalassemia and beta thalassemia. Alpha thalassemia is the reduction in synthesis of alpha globin chain, and it is the synthesis of alpha globin chain is controlled by two closely linked genes located on chromosome 16. അപ്പോൾ ഇവിടെ ചോദിച്ച ബീറ്റയാണ്. ബീറ്റ താലസീമിയ, ബീറ്റ ഗ്ലോബിൻ സിന്തസിസ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം 11. അപ്പോൾ 11th ക്രോമസോമിലാണ് ബീറ്റ താലസീമിയയുടെ ലോക്കസ്. അപ്പോൾ 2 അലീൽസ് ആണ്. 11th ക്രോമസോം നമുക്ക് പെറ്റേണൽ ഒറിജിനും ഉണ്ട്, മെറ്റേണൽ, അപ്പോൾ 2 അലീൽ. അതേസമയം ആൽഫ താലസീമിയയുടെ ലോക്കസ് 16th ക്രോമസോമിലാണ്. 16th ക്രോമസോമിലെ 2 ക്ലോസ്ലി ലിങ്ക്ഡ് ജീനുകളാണ്. അങ്ങനെയാണെങ്കിൽ 4 അലീൽസ് ഉണ്ടാവും ബീറ്റ ഗ്ലോബിന്റെ സിന്തസിനെ കൺട്രോൾ ചെയ്യാൻ. ക്ലിയർ? ഇവിടെ ആൽഫ ഗ്ലോബിന്റെ ഇവിടെ ബീറ്റ താലസീമിയ ക്രോമസോം 11, ഓക്കെ, ആൽഫ താലസീമിയ ക്രോമസോം 16. Choose the wrong statement. Recombination frequency is directly proportional to distance between linked genes. Recombination frequency നമ്മൾ ഏതിൻ്റെ കേസിലാണ്? ഇപ്പോൾ ഡ്രോസോഫില്ലയുടെ എക്സ് ക്രോമസോമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 3 ജീനുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ക്രോമസോം W അല്ലെങ്കിൽ W+, പിന്നെ Y ഏതിൻ്റെ W ഐ കളർ ജീൻ, Y ബോഡി കളർ ജീൻ, ദെൻ വിങ് സൈസ് അത് M+. അപ്പം ഞാനിവിടെ റെസസീവ് അലീലുകൾ എഴുതിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. WY എന്നീ 2 ജീനുകൾ വളരെ അടുത്തടുത്താണ്. ഇത് 3 ജീനുകളും ഒരേ ക്രോമസോമിലാണ്, സോ ലിങ്ക്ഡ് ജീനുകൾ. അപ്പോൾ WY എന്നീ ജീനുകളുടെ പ്രത്യേകത അത് ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ് ജീനുകൾ. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണ് WY. അതേസമയം WM എന്നീ ജീനുകൾ നോക്കൂ, വളരെ അകലത്തിലായിരിക്കുന്നു. അപ്പോൾ ഈ 2 ജീനുകളും ലൂസ്ലി ലിങ്ക്ഡ് ആണ്. നിങ്ങൾ പഠിച്ചു ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളുടെ പ്രത്യേകത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ് ഇവിടെ എങ്ങനെയാണ്? ലെസർ ആണ്. ഇവിടെയാണെങ്കിലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ് ഹയർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ എങ്ങനെയാണ്? ലെസർ ആണ്. ഏതിന്റെ കേസിൽ? ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളുടെ കേസിൽ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ ഹയർ ആണ് ലൂസ്ലി ലിങ്ക്ഡ് ജീൻസിന്റെ കേസിൽ. നമുക്കറിയാം ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻ ആണെങ്കിൽ RF റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വളരെ ലെസർ ആയി. ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം RF റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ഹയർ ആയി. നിങ്ങൾ ഈ 2 ജീനുകളും തമ്മിലൊരു ക്രോസ് നടത്തിയപ്പോൾ 1.3% റീകോമ്പിനേഷൻ ആണ് കിട്ടിയത്, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. ഇവിടെയാണെങ്കിലോ 37.2% റീകോമ്പിനേഷൻ കിട്ടി. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്കിവിടെ നോട്ട് ചെയ്യാം. അതായത് ജീനുകൾ വളരെ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ ആ ജീനുകളുടെ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജിന്റെ സ്ട്രെങ്ത്, വളരെ അടുത്തടുത്തിരിക്കുന്ന ജീനുകളുടെ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഹയർ ആയിരിക്കും. ജീനുകൾ ലൂസ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ ജീനുകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്, സോ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ലെസർ ആയിരിക്കും. ഇനി നിങ്ങൾ
ഇതുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻസിലും ആൻസർ ചെയ്യാം. നോക്കൂ, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ. നിങ്ങളിവിടെ നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ ലെസ്സർ, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ലെസ്സർ, RF 1.3% ഉള്ളൂ. YW എന്നിവ തമ്മിലുള്ള ഒരു ക്രോസിൽ, അതായത് ഐ കളറും ബോഡി കളറും തമ്മിലുള്ള ഒരു ക്രോസിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വളരെ കുറവാണ്, 1.3%. എന്നാൽ ഐ കളറും വിങ് സൈസും തമ്മിലൊരു ക്രോസ് നടത്തിയപ്പോൾ അവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഹയർ ആണ്. ലൂസിലി ലിങ്ക്ഡ് ജീനാണ്, ഡിസ്റ്റൻസ് ഹയർ ആണ്. ഡിസ്റ്റൻസ് ഹയർ ആയപ്പോൾ ഹയർ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കിട്ടി. സോ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ. കറക്റ്റ് ഓപ്ഷൻ. ലിങ്ക്ഡ് ജീൻസ് ഇൻ മോർ നോൺ പാരന്റൽ കോമ്പിനേഷൻ ദാൻ പാരന്റൽ. ലിങ്ക്ഡ് ജീനുകൾക്ക് പാരന്റൽ കോമ്പിനേഷൻ കൂടുതലായിരിക്കും. തെറ്റല്ലേ? ലിങ്കേജ് റെഡ്യൂസസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫോമിംഗ് റീകോമ്പിനൻസ്. ലിങ്ക്ഡ് ജീനുകൾ അല്ലെങ്കിൽ അൺലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ റീകോമ്പിനൻസിന്റെ പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും, നോൺ പാരന്റൽ കോമ്പിനേഷൻ കൂടുതലായിരിക്കും. ലിങ്ക്ഡ് ജീനുകൾ വളരെ കുറച്ച് മാത്രമേ നോൺ പാരന്റൽ കോമ്പിനേഷൻ ഫോം ചെയ്യൂ, കാരണം കൂടുതലും പാരന്റൽ കോമ്പിനേഷൻ. അതുകൊണ്ടാണ് മോർഗൻ നോട്ടീസ് ചെയ്തത്, the genes tightly linked on the same chromosome show very low recombination. നോക്കൂ, വളരെ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻ ലെസർ റീകോമ്പിനേഷൻ, ലൂസിലി ലിങ്ക്ഡ് ജീൻ ഹയർ റീകോമ്പിനേഷൻ. നോ ക്രോസിംഗ് ഓവർ ഒബ്സർവ്ഡ് ബിറ്റ്വീൻ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ജീൻ. അല്ലെ, രണ്ട് ജീനുകൾ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ they never tend to separate from each other by crossing over. അപ്പോൾ ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആണെങ്കിൽ അവയ്ക്ക് സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ കാരണം ഇൻകംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ജീനുകൾ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു, എന്നാൽ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകൾക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ ഓർമ്മിച്ചാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, അല്ലേ? അപ്പോൾ ആൻസർ ഇവിടെ ഏതാണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ 2 ഈസ് ദ റോങ് ആൻസർ. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a multiple gene inheritance? മൾട്ടിപ്പിൾ ജീൻ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളായി നമ്മൾ പഠിച്ചത് ഹ്യൂമൻ സ്കിൻ കളർ, അതുപോലെ തന്നെ ഇന്റലിജൻസ് ഇൻ മാൻ, ഹൈറ്റ് ഇൻ മാൻ, അല്ലെ, കേണൽ കളർ ഇൻ വീറ്റ്, അതൊക്കെ എക്സാമ്പിളാണ്. അതേസമയം സിക്കിൾ സെൽ അനീമിയ സിംഗിൾ ജീനാണ്, ഫിനൽ കീറ്റനൂറിയ സിംഗിൾ ജീനാണ്, ABA ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് സിംഗിൾ ജീനാണ്. പക്ഷേ ആ ജീനിന് മോർ ദാൻ 2 അലീൽസ് ഉണ്ട്, 3 അലീൽസ് ഉണ്ട്. അപ്പോൾ ഹ്യൂമൻ സ്കിൻ കളർ പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്, മെനി ജീൻസ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. Next question. Given below are two statements. Statement 1. Aneuploidy is gain or loss of chromosome. ശരിയല്ലേ? ഒരു ഡിപ്ലോയിഡ് സെറ്റിൽ ഒരു ക്രോമസോം എക്സ്ട്രാ വരികയോ കുറവ് വരികയോ അല്ലെങ്കിൽ 2 ക്രോമസോം എക്സ്ട്രാ വരികയോ കുറവ് വരികയോ ചെയ്യുന്ന കണ്ടീഷനാണ് അനീപ്ലോയിഡി എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2. The increase in whole set of chromosome in an organism is referred to as polyploidy. അല്ലേ? ഒരു ഓർഗാനിസത്തിലെ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോം ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിപ്ലോയിഡി എന്ന് പറയുക. അത് വൺ ഓഫ് ദ റീസൺ ഈസ് ദ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോം ലീഡിംഗ് ടു എ കണ്ടീഷൻ കോൾഡ് പോളിപ്ലോയിഡി. പോളിപ്ലോയിഡി ഈസ് കോമൺ ഇൻ പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് കോമൺ ഇൻ പ്ലാന്റ്സ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അഡ്വാൻറ്റേജസ് ഇൻ plants because it helps to increase the fruit size, grain size, seed size, etc. So both statements are correct. Option 1 is the right answer. Then question number 26. Which is a wrong match? Cystic fibrosis, autosomal recessive trait. Cystic fibrosis എന്ന് പറയുന്നത് autosomal recessive trait ആണ്, caused by a recessive gene, located on chromosome 7. Thalassemia is X-linked recessive trait. False അല്ലേ? Thalassemia is caused by, നമ്മളിപ്പോൾ പറഞ്ഞാണ്, thalassemia alpha ലോക്കസ് ക്രോമസോം 16, അവിടെയുള്ള റിസസീവ് ജീനാണ് അത് കോസ് ചെയ്യുക. അതേസമയം thalassemia ബീറ്റ ക്രോമസോം 11 ആണ് അതിൻ്റെ ലോക്കസ്. Then sickle cell anemia autosomal recessive chromosome 11 correct ആണ്. Hemophilia X-linked recessive trait located on X chromosome. So option 2 is the wrong match. Then question number 27. Females suffering from Turner syndrome possess 45 autosome plus XO. Correct ആണല്ലോ. Rudimentary ovaries. Ovary rudimentary ആയിരിക്കും. അതായത് ടർണർ സിൻഡ്രത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഷോർട്ട് സ്റ്റേറ്റഡ് ആയിരിക്കും.
രണ്ടാമതായി എന്താണ്, ഓവറി റുഡിമെൻ്ററി ആയിരിക്കും, അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഓവുലേഷൻ. ദെൻ ലാക്ക് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ലേ, പിന്നെന്താണ്, വെബ്ഡ് നെക്ക്, ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും ഏതിന്. ദെൻ ഓഫൺ മെൻ്റലി റിറ്റാർഡ്. ഇവിടെ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓൾ ഓഫ് ദീസ് ഈസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. Choose the correct statement. Strength of linkage between Y and W is greater than that of W and M. നമ്മൾ ആ ഡയഗ്രത്തിൽ നോക്കൂ. Y and W ന്റെ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് അല്ലേ, നോക്കൂ. സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ Y and W ഈസ് ഹയർ ദാൻ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ Y and W and M. ശരിയല്ലേ? W Yയും ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്, സോ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഈസ് ഹയർ. W M ലൂസിലി ലിങ്ക്ഡ് ആണ്, അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ലെസർ ആണ്. കറക്റ്റ് അല്ലേ? സോ ഓപ്ഷൻ 1 തന്നെ അവിടെ കറക്റ്റ് ആണ്. ബാക്കി നോക്കൂ. സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ Y ആൻഡ് W ഇസ് വീക്കർ. ഫോൾസ് അല്ലേ? Yയും Wയും വളരെ ടൈറ്റ്ലി ആയതുകൊണ്ട് അത് എന്താണ്, ഹയർ സ്ട്രെങ്ത് ഉണ്ട്. RF ഈസ് ഗ്രേറ്റർ ബിറ്റ്വീൻ Y ആൻഡ് W. ഫോൾസ് അല്ലേ? Yയും Wന്റെ ഇടയ്ക്കുള്ള RF എന്ന് പറയുന്നത് 1.3% ഉള്ളൂ. അതേസമയം W ആൻഡ് M ആണെങ്കിൽ 37.2% ഉണ്ട്. RF ഈസ് മോഡറേറ്റ്, അതും ഫോൾസ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29. Which of the following is not a Mendelian disorder? Mendelian disorder അല്ലാത്തത്, നമ്മൾ Mendelian disorder ഏതൊക്കെയെന്ന് പഠിച്ചു. ഒന്ന് ഹീമോഫീലിയ, 2 കളർ ബ്ലൈൻഡ്നസ്. കാരണം സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസോർഡറുകളാണ് Mendelian disorders. അത് ഹീമോഫീലിയ എക്സാമ്പിൾ പഠിച്ചു, കളർ ബ്ലൈൻഡ്നസ് പഠിച്ചു, അത് രണ്ടും സെക്സ് ലിങ്ക്ഡ് ആണ്. പിന്നെ ഓട്ടോസോമലിന് എക്സാമ്പിളായി സിക്കിൾ സെൽ അനീമിയ, താലസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഫിനൈൽ കീറ്റോനൂറിയ. പിന്നെ മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഡോമിനന്റ് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡറും പഠിച്ചു. ഇവിടെ ഇല്ലാത്തത് അപ്പോൾ ഏതാ, ഡൗൺ സിൻഡ്രം, ടേർണർ സിൻഡ്രം, പിന്നെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രം. അത് 3ഉം ക്രോമസോമൽ ഡിസോർഡർ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 3 ഉണ്ട്, ഡൗൺ സിൻഡ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. The frequency of recombination between gene pairs on the same chromosome അല്ലെ as a measure of distance between linked gene was first explained by എന്ന് ചോദിച്ചാലും ആരാണ്, ആൽഫ്രഡ് സ്റ്റർട്ടീവാൻ. അതായത് ആൽഫ്രഡ് സ്റ്റർട്ടീവാൻ മോർഗന്റെ അസോസിയേറ്റ് ആയിരുന്നു. മോർഗൻ പറഞ്ഞു the recombination frequency is directly proportional to distance between linked gene. recombination ഫ്രീക്വൻസിയും ഡിസ്റ്റൻസും പ്രപ്പോർഷനേറ്റ് ആണ്. അതായത് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഹയർ ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ ഹയർ ആയിരിക്കും. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ലെസർ ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ ലെസർ ആയിരിക്കും. അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും ഡിസ്റ്റൻസും പ്രപ്പോർഷനേറ്റ് ആണെങ്കിൽ ഒരു ക്രോസിലെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി, നമുക്കൊരു ഡൈഹൈബ്രിഡ് ക്രോസിലെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കിട്ടിയാൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ. ദസ് ലിങ്കേജ് മാപ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്. അങ്ങനെയാണ് ആദ്യത്തെ ലിങ്കേജ് മാപ്പ് ആൽഫ്രഡ് സ്റ്റർട്ടീവാൻ കൺസ്ട്രക്ട് ചെയ്തത്. സോ ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ജീൻ പെയർസ് ആർ അല്ലെ on the same chromosome is a measure of finding distance between linked gene. That can be that is first explained by Alfred Sullivan. Sutton and Boveri നിങ്ങൾക്കറിയാം എന്താണ്, chromosome theory of inheritance, parallelism between behavior of genes and chromosome. T.H. Morgan, chromosome theory of inheritance. Crossing over theory of recombination. അതാണ് T.H. Morgan. Then Calvin Bridges, ജീനിക് ബാലൻസ് തിയറി എന്ന് പറയുന്ന ഈ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം കണ്ടുപിടിച്ചു. അത് ഈ ആൽഫ്രഡ് സ്റ്റർട്ടീവാൻഡിനെ പോലെ മോർഗന്റെ അസോസിയേറ്റ് ആയിരുന്നു കാൽവിൻ ബ്രിഡ്ജസും. നമുക്കത് പഠിക്കാം. ക്രോസിംഗ് ഓവർ ഇൻ ഡിപ്ലോയ്ഡ് ഓർഗാനിസം ഈസ് റെസ്പോൺസിബിൾ ഫോർ, ഞാൻ നേരത്തെ പറഞ്ഞു, അൺലിങ്ക്ഡ് ജീനുകളുടെ റീകോമ്പിനേഷന് കാരണം ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലിങ്ക്ഡ് ജീനുകളുടെ റീകോമ്പിനേഷന് കാരണം, ലിങ്ക്ഡ് അലീലുകൾ അല്ലെങ്കിൽ ജീനുകളുടെ റീകോമ്പിനേഷന് കാരണമാണ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്, ഈസ് റെസ്പോൺസിബിൾ ഫോർ റീകോമ്പിനേഷൻ ഓഫ് ലിങ്ക്ഡ് അലീൽസ്. ക്ലിയർ? വിച്ച് ഈസ് ഇൻകറക്റ്റ്? ഇൻ പോളിജീനിക് traits, effect of each allele is additive. പോളിജീനിക് ട്രേറ്റിൽ ഓരോ എന്താണ് അലീലിൻ്റെയും ഇഫക്റ്റ് എന്ന് പറയുന്നത് അഡിറ്റീവ് ആണ്. നമുക്കറിയാം ഈച്ച് അലീൽ കോൺട്രിബ്യൂട്ട്, ഈച്ച് അലീൽ ഈസ് എ പാർട്ട് ഓഫ് ദ ട്രേറ്റ് ആൻഡ് ഫുൾ ട്രേറ്റ് ഈസ് ഷോൺ വെൻ ഓൾ അലീൽസ് ആർ ഡോമിനൻറ്റ്. അപ്പോൾ ഈച്ച് അലീൽ ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ട്രേറ്റ്.
മനസ്സിലായല്ലോ. ആ ഡോമിനൻ്റ് അലീൽസിൻ്റെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ക്യാരക്ടറും ഇൻക്രീസ് ചെയ്യും. സോ അഡിറ്റീവ് ആണ് ഓരോ അലീലിൻ്റെ ഇഫക്റ്റ്. ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ജീൻസ് വൈറ്റ് ഐ ആൻഡ് മിനിയേച്ചർ വിങ് ഇൻ ഡ്രോസോഫില്ല, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഐ കളർ അതുപോലെ വിങ് സൈസ് അത് തമ്മിലുള്ള ക്രോസിലെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എത്രയായിരുന്നു? 37.2. അതേസമയം ഐ കളറും ബോഡി കളറും ആണെങ്കിൽ 1.3%. നോർമൽ വിങ് ഈസ് എ മ്യൂട്ടൻ്റ് ട്രേറ്റ്, ഫോൾസ് അല്ലേ? മിനിയേച്ചർ വിങ് ഈസ് എ മ്യൂട്ടൻ്റ് ട്രേറ്റ് ഇൻ ഡ്രോസോഫില്ല. Then crossing over theory of recombination was proposed by T.H. Morgan, correct ആണ്. So normal wing is a mutant trait and false, because normal wing അല്ല mutant trait, miniature wing ആണ് mutant trait. Miniature wing ഉം white eye ആണ് നമ്മൾ പഠിച്ച mutant trait. Next question 33. Gynecomastia and congenital heart disease are the features of. Gynecomastia നമുക്കറിയാം ഏതിൻ്റെയാണ്? Klinefelter syndrome ൻ്റെ ഫീച്ചറാണ് ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ്. XY കണ്ടീഷൻ വരുമ്പോൾ ഈവൻ ദോ ദേ ആർ അല്ലെ മെയിൽസ്, സം ഫെമിനൈസ്ഡ് ക്യാരക്ടേഴ്സ് ആർ ഓൾസോ എക്സ്പ്രസ്ഡ്. മെയിൽസ് ഷോയിങ് ഫെമിനൈൻ ക്യാരക്ടേഴ്സ്, അതാണ് ക്ലൈൻഫിൽറ്റർ സിൻഡ്രം. അതിന് ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിളാണ് ഗൈനക്കോമാസ്റ്റിയ. ദെൻ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? ഡൗൺ സിൻഡ്രം. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. Next question. Which of the following regarding phenylketonuria is true? Phenylketonuria is an autosomal recessive gene disorder caused by a recessive gene. അപ്പോൾ സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്നതാണ് അല്ലേ? ദെൻ റിഡക്ഷൻ ഇൻ, അതായത് എന്താണ് ഫിനൈൽകീറ്റോനൂറിയ? അതായത് ദാറ്റ് റിസസീവ് ജീൻ അണേബിൾ ടു പ്രൊഡ്യൂസ് ദ എൻസൈം വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഫിനൈൽ അലാനിൻ ഇൻറ്റു ടൈറോസിൻ. ഫിനൈൽ അലാനിനെ ടൈറോസിനായി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ട എൻസൈമിൻ്റെ പേരാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈം അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിൽ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഫിനൈൽ അലാനിൻ ഈസ് അക്യുമുലേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിനൈൽ പൈറുവേറ്റ് ആൻഡ് അതർ ഡെറിവേറ്റീവ്സ്, ആൻഡ് അക്യുമുലേഷൻ ഓഫ് ദീസ് ഇൻ ബ്രെയിൻ സെൽസ് കോസ് മെന്റൽ റിട്ടാർഡേഷൻ. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ ഫിനൈൽ പൈറുവേറ്റും മറ്റ് കമ്പോണന്റുകൾ ഫിനൈൽ അസറ്റേറ്റ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്താൽ ബ്രെയിൻ സെല്ലിനെ ഡാമേജ് ചെയ്യുകയും മെന്റൽ റിട്ടാർഡേഷൻ കോസ് ചെയ്യുകയും ചെയ്യും. കൂടാതെ ടൈറോസിൻ ഇത് പ്രീകർസർ ഓഫ് മെലാനിനാണ്. ടൈറോസിൻ ഈസ് എ പ്രീകർസർ ഓഫ് വാട്ട്? മെലാനിൻ പിഗ്മെന്റ്. അപ്പം മെലാനിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയും. അങ്ങനെയാണ് റിഡക്ഷൻ ഇൻ സ്കിൻ ആൻഡ് ഹെയർ പിഗ്മെന്റേഷൻ. മെലാനിന്റെ പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യുമ്പോൾ ടൈറോസിൻ എന്ന് പറയുന്നത് മെലാനിന്റെ പ്രീകർസർ ആയതുകൊണ്ട് അതിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. അങ്ങനെ സ്കിൻ പിഗ്മെന്റേഷനിലും ഹെയർ പിഗ്മെന്റേഷനിലും റിഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു പ്ലിയോട്രോപ്പിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു ജീൻ തന്നെ എന്തൊക്കെ ഉണ്ടാക്കി? ആ റിസസീവ് ജീൻ കാരണം മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടായി, റിഡക്ഷൻ ഇൻ സ്കിൻ പിഗ്മെന്റേഷൻ അറൈസ് ചെയ്തു, റിഡക്ഷൻ ഇൻ ഹെയർ പിഗ്മെന്റേഷൻ ഉണ്ടായി. സോ മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഓഫ് ദ സെയിം ജീൻ, ദാറ്റ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പിക്. Then it is an autosomal dominant disorder, false ആണ്. So the fourth option is false regarding phenylketonuria. Okay. Next question. A cross between pure red-eyed and brown-bodied female. അപ്പോൾ ഡ്രോസോഫില്ലയിൽ നോക്കൂ, പ്യുവർ റെഡ്-ഐഡ് ആയിട്ടുള്ളതാണ്. പ്യുവർ റെഡ്-ഐഡും ബ്രൗൺ ബോഡി ആകുമ്പോൾ ഞാൻ 2 X ക്രോമസോം വരച്ചു. അതിൻ്റെ ലോക്കസിലുള്ളത് ഏതൊക്കെയായിരിക്കും? റെഡ് ബ്രൗൺ ബോഡി ആകുമ്പോൾ Y+, റെഡ് ഐ ആകുമ്പോൾ W+. ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നു? വിത്ത് ഇത് ഫീമെയിലാണ് അല്ലേ? വിത്ത് വൈറ്റ് ഐഡ് ആൻഡ് യെല്ലോ ബോഡിയുടെ മെയിൽ ആകുമ്പോൾ ഒരു X ക്രോമസോം ഉണ്ട്, പിന്നെ ഒരു Y ക്രോമസോം ഉണ്ട്. Y ക്രോമസോമിന് കർവ്ഡ് ടിപ്പ്. ഇവിടെ X ക്രോമസോമിലാണ് കറസ്പോണ്ടിങ് അലീലുള്ളത്. ഇവിടുത്തെ അലീൽ ഏതാണ്? YW. നോക്കൂ, ഈ ഫിമെയിലിൽ നിന്ന് ഒരൊറ്റ ടൈപ്പ് ഗാമേറ്റല്ലേ കിട്ടത്തുള്ളൂ. ഏതാണ് ആ ഗാമേറ്റ്? Y+ഉം W+ഉം ഉള്ള ഗാമേറ്റ്. അതേസമയം മെയിലിൽ നിന്ന് എത്ര ടൈപ്പ് ഗാമേറ്റ് ഉണ്ടാവും? X ഉള്ള ഗാമേറ്റും ഉണ്ടാവും, Y ഉള്ള ഗാമേറ്റും ഉണ്ടാവും. X ഉള്ള ഗാമേറ്റിലാണ് കറസ്പോണ്ടിങ് അലീലുകളായ Y അല്ലെ W എന്നിവയിരിക്കും. ഇവിടെ ഫ്യൂഷൻ നടക്കും. ആരൊക്കെ തമ്മിൽ ഫ്യൂസ് ചെയ്യാം? ഇത് രണ്ടും ഫ്യൂസ് ചെയ്തു, ഇത് രണ്ടും ഫ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം 2 X ക്രോമസോം വന്നു, ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോമും.
ഇനി ഓരോന്നിലുമുള്ള അലീലുകൾ പറഞ്ഞേ. ഇതിൽ വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് ഉണ്ട്, ഇവിടെ അത് തന്നെ വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് ഉണ്ട്. അടുത്ത രണ്ടാമത്തെ വൈ ക്രോമസോമിലാണെങ്കിൽ വൈ ഡബ്ല്യു. അപ്പോൾ രണ്ടിലും വൈ പ്ലസ് ഉള്ളതുകൊണ്ട് രണ്ടിൻ്റെയും ക്യാരക്ടർ എങ്ങനെയായിരിക്കും പറഞ്ഞേ. ഇത് ബ്രൗൺ ബോഡി ആയിരിക്കും, റെഡ് ആയി ഫീമെയിൽ. ഇതാണെങ്കിലോ ബ്രൗൺ ബോഡി, വൈ പ്ലസ് ഉള്ളതുകൊണ്ട് ഡബ്ല്യു പ്ലസ് ഉള്ളതുകൊണ്ട് റെഡ് ആയി മെയിൽ. സോ രണ്ടും അല്ലെ, ഓൾ ദ പ്രോജനീസ് ആർ എന്താണ്, all F1 progenies are red-eyed and brown-bodied. ശരിയല്ലേ? So option 1 is the right answer. Next question, section B ile first question 36. What map unit centimorgan or centimorgan is adopted in the construction of genetic map? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ് ആർ directly proportional. So according to Alfred Stativan, the recombination frequency of gene pairs on the same chromosome can be used to measure the distance between linked gene, and thus linkage map can be constructed. A recombination frequency of 1% is equal to 1 map unit or 1 centimorgan distance between linked gene. മനസ്സിലായല്ലോ? ഒരു ക്രോസിൽ രണ്ട് ജീനുകൾ അല്ലെ തമ്മിലുള്ള ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ അല്ലെ ഒരു ടെസ്റ്റ് ക്രോസ് എടുത്തു, അവിടെ 1% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കിട്ടിയാൽ ദാറ്റ് മീൻസ് ആ ജീനുകൾ തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് 1 മാപ്പ് യൂണിറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ എ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ഓൺ ദ ക്രോമസോം റെപ്രസെന്റിങ് എത്രയാണ്? 1% ക്രോസ് ഓവർ. 1% ക്രോസ് ഓവർ നടന്നാൽ അതാണ് 1%. അപ്പോൾ റീകോമ്പിനേഷൻ കിട്ടുന്നു. എ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ ഓൺ ദ ക്രോമസോം റെപ്രസെന്റിങ്. അപ്പോൾ ഒരു യൂണിറ്റ്, ഒരു മാപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് 1% ക്രോസ് ഓവർ ആണ്. അപ്പോൾ 1 മാപ്പ് യൂണിറ്റ് ഡിസ്റ്റൻസിലാണ്. 50% ക്രോസ് ഓവർ ഉണ്ട്, 10% ഉണ്ട്, 100% ഉണ്ട്. നമ്മൾ പഠിച്ചത് എന്താണ്? 1% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് ഓവറിന്റെ ചാൻസ് 1% ആണ്. അപ്പോൾ അവിടെ മാപ്പ് യൂണിറ്റ് ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. 2% റീകോമ്പിനേഷൻ കിട്ടിയാൽ 2% ക്രോസിംഗ് ഓവർ നടക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 മാപ്പ് യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് ആ ജീനുകൾ കാണപ്പെടുന്നത്. അതാണ് ആൻസർ. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സിക്കിൾ സെൽ അനീമിയ. ദർ ഇസ് എ ചേഞ്ച് ഇൻ ജീൻ ഫോർ ബീറ്റാ ഗ്ലോബിൻ. ശരിയാണല്ലോ? ബീറ്റാ ഗ്ലോബിൻ ജീനാണ് സിക്കിൾ സെൽ അനീമിയയിൽ എന്തുണ്ടായത്? ചേഞ്ച് ഉണ്ടായത് അല്ലേ? അതിന്റെ 6th കോഡോൺ മാറി അല്ലേ? സിംഗിൾ എന്താണ് പോയിന്റ്, സിംഗിൾ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു, അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചു. സോ ദാറ്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ ഏതിനാണ്? ഗ്ലൂട്ടാമിക് ആസിഡ് ടു വാലൈൻ. ഇൻ ബീറ്റാ ഗ്ലോബിൻ ദർ ഈസ് എ വാലൈൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ലൈസീൻ. ഓൾസോ അല്ലേ? വാലൈന് ലൈസീൻ അല്ല, തിരിച്ചാണ് ഗ്ലൂട്ടാമിക് ആസിഡിന് വാലൈൻ റീപ്ലേസ് ചെയ്യും. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ പോയിന്റ് മ്യൂട്ടേഷൻ, റൈറ്റ് ഓപ്ഷൻ. ദെൻ ഇറ്റ്സ് ഇൻ ദ നോർമൽ ജീൻ യു ഈസ് റീപ്ലേസ്ഡ് ബൈ എ. നോർമൽ ജീനിൽ നിങ്ങൾക്കറിയാം mRNA വരുമ്പോൾ GAG ആണ് വരേണ്ടത്. GAG കോഡ് ഫോർ ഏതിനെയാണ്? ഗ്ലൂട്ടാമിക് ആസിഡ്. മ്യൂട്ടന്റ് ജീനിന്റെ കേസിൽ അതിൽ നിന്നുണ്ടാകുന്ന mRNA ഏത് വന്നു? GUG. അതായത് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് എന്തെടുത്താൽ CTC നോക്കൂ, ഇതാണ് DNA. GAG. ഈ CTC എന്ന് പറയുന്ന ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്ന് GAG എന്ന് പറയുന്ന mRNA ഉണ്ടാവുന്നു. അതേസമയം മ്യൂട്ടന്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ CTC മാറി CAC വന്നു. അപ്പോൾ ഇവിടെ GTG. ഇത് DNA അഥവാ ആ ജീൻ, ഇത് അതിൽ നിന്നുണ്ടായ mRNA സീക്വൻസ്. അപ്പോൾ mRNA നോക്കൂ, A റീപ്ലേസ് ചെയ്തുകൊണ്ട് U വന്നു അല്ലേ? നോർമൽ ജീനിൽ യു റീപ്ലേസ്ഡ് ബൈ എ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ല, നോർമൽ ജീനിലാണെങ്കിൽ എ റീപ്ലേസ് ചെയ്തുകൊണ്ട് ജീനിൽ ടി റീപ്ലേസ് ചെയ്തുകൊണ്ട് എ വരുന്നു അല്ലേ? അതിനനുസരിച്ച് GAG എന്ന കോഡോൺ ചേഞ്ച് ചെയ്ത് GUG ആവുമ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സ്ഥാനത്ത് അവിടെ വാലിൻ വരും. ഇതാണ് അവിടെ. അല്ലാതെ അല്ലേ, നോർമൽ ജീനിൽ യു റീപ്ലേസ്ഡ് ബൈ എ എന്നുള്ളത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ A and D ആണ്. ഓപ്ഷൻ ഉണ്ടല്ലോ, സോറി A and C ആണ്. സോ
Option 4 is the right answer. Next question. Choose the incorrect statement. Linked gene can form recombinants by crossing over. Linked genuകളുടെ recombination കാരണം crossing over ആണ്. This is called the crossing over theory of recombination proposed by ആരാണ് പ്രപ്പോസ് ചെയ്തത്? TH Model. Formation of two kinds of sperms in male, human male justify law of segregation. അല്ലേ, രണ്ട് തരം സ്പേംസ് ഹ്യൂമൻ മെയിൽ ഉണ്ടാകുന്നത് law of segregation എക്സാമ്പിൾ ആണ്. ശരിയല്ലേ? Formation of two kinds of sperms in human male justify law of segregation. Clear ആണല്ലോ? Then autosomal loci are always homozygous. ഓട്ടോസോമിലെ ലോക്കസുകൾ എപ്പോഴും ഹോമോസൈഗസ് ആയിരിക്കും. ഓട്ടോസോമിൽ കാണപ്പെടുന്ന ലോക്കസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ക്രോമസോം 1. ക്രോമസോം 1 നമുക്കൊരു മെറ്റേണൽ കോപ്പിയുണ്ട്, പെറ്റേണൽ കോപ്പിയുണ്ട്. ക്രോമസോം 1 ഈ സെക്കൻഡ് ലോക്കസിൽ ക്യാപിറ്റൽ ടി ഇരിക്കുന്നു. അടുത്ത പെറ്റേണൽ കോപ്പിയിലും ക്യാപിറ്റൽ ടി തന്നെ വരണമെന്നില്ല, സ്മോൾ ടി ആവാം. അപ്പോൾ ഓട്ടോസോമിലെ ലോക്കസുകൾ എല്ലായ്പ്പോഴും ഹോമോസൈഗസ് ആവണമെന്ന് പറഞ്ഞാൽ എങ്കിൽ ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ കാണത്തില്ലല്ലോ. ഹോമോസൈഗസ് ഇൻഡിവിജ്വലുകളുണ്ട്, ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലുകളുണ്ട്. അല്ലാതെ ഓട്ടോസോമൽ ലോക്കസ് ആർ ഓൾവേസ് ഹോമോസൈഗസ് എന്നുള്ള ഫോൾസ് ആണ്. ബിക്കോസ് ഓട്ടോസോമിൽ തന്നെയുള്ള ലോക്കസുകൾ ഹോമോസൈഗസും വരുന്നു, ഹെട്രോസൈഗസും. Then recombination frequency is a measure of a distance between linked gene. ലിങ്ക്ഡ് ജീനുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണുന്നതിനുള്ള മെഷറാണ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. അല്ലേ? അങ്ങനെ കണ്ടുപിടിക്കാമെന്ന് സ്റ്റർട്ട് ഇവാൻഡ് പറഞ്ഞു. സോ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സി മാത്രമാണ്. ഓപ്ഷൻ സി ഇസ് അല്ലേ, തേർഡ് ഓപ്ഷൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. അനീപ്ലോയിഡി വിത്ത് എ ക്രോമസോം കോംപ്ലിമെന്റ് 44 ഓട്ടോസോം പ്ലസ് XXY. നമുക്കറിയാം 44 ഓട്ടോസോം പ്ലസ് XXY കണ്ടീഷനുള്ള ഒരു പ്രോജനി. അതായത് നമുക്കറിയാം ഇതേതാണ്? ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ദിസ് ഈസ് ബോൺ ഡ്യൂ ടു എന്തുകൊണ്ടാണ്? ഒന്ന്, നോൺ സെഗ്രിഗേഷൻ ഓഫ് നോർമലായിട്ട് നമുക്കറിയാം 44 ഓട്ടോസോം പ്ലസ് XX ഉള്ള ഒരു ഫിമെയിൽ, 44 ഓട്ടോസോം പ്ലസ് XY ഉള്ള മെയിൽ, ഇതാണല്ലോ നോർമൽ. ഇതിൽ നിന്ന് ഗാമേറ്റ് ഉണ്ടായപ്പോൾ ഈ XX എന്ന പെയർ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ഉണ്ടായാൽ 22 ഓട്ടോസോം പ്ലസ് X ഉണ്ടാവുന്നതിന് പകരം XX ഉള്ള ഗാമേറ്റ് ഉണ്ടാകാം. പ്രോബബിലിറ്റി ശരിയല്ലേ? അപ്പോൾ XX ഉള്ള ഊജനസിസ് നടന്നപ്പോൾ എന്ത് ഫോം ചെയ്യണം? നോർമലി ഉണ്ടാവേണ്ടത് 22 ഓട്ടോസോം പ്ലസ് X ആണ്. പക്ഷേ XX ബൈവലന്റുകളാണ്, ദേ ഫെയിൽസ് ടു സെപ്പറേറ്റ്. അപ്പോൾ നോൺ ഡിസ്റ്റൻഷൻ നടക്കും. അപ്പോൾ 22 ഓട്ടോസോം പ്ലസ് XX ഉള്ള ഗാമേറ്റ് ഉണ്ടാകും. ഇതിന് 22 ഓട്ടോസോം പ്ലസ് Y ഉള്ള ഒരു സ്പേം ഫെർട്ടിലൈസ് ചെയ്താൽ ഉറപ്പായും നമുക്കറിയാം 44 ഓട്ടോസോം പ്ലസ് XXY കണ്ടീഷൻ ജനറേറ്റ് ചെയ്യും. അടുത്ത ഇതേ കണ്ടീഷൻ എവിടെ നടക്കാം? അനാഫേസ് 2 കറക്റ്റ് ഇപ്പോൾ 22 ഓട്ടോസോം പ്ലസ് X ഉള്ള ഗാമേറ്റ് തന്നെയാണെന്ന് വെച്ചോളൂ. അപ്പോൾ X ക്രോമസോമിന്റെ ഈ 2 ക്രൊമാറ്റിഡുകൾ അടുത്ത അനാഫേസ് സെക്കൻഡ് ആകുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോഴാണ് ഒരു X ഒന്നിലും ഒരു X ഒന്നിലും കിട്ടുന്നത്. അപ്പൊ അവിടെയും ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ആയാലും 2X ഒരുമിച്ച് വരാം ഗാമേറ്റിൽ അല്ലേ? അതായത് മിയോസിസ് സെക്കൻഡ് ടിപ്പിക്കൽ മൈറ്റോസിസ് ആണ്. അവിടുത്തെ അനാഫേസ് സെക്കൻഡിൽ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഈക്വൽ ഷെയറിംഗ് നടക്കുന്നത്. പക്ഷേ അനാഫേസ് 2 സെപ്പറേഷൻ നടന്നില്ല. ഊജനസിന്റെ തന്നെ അനാഫേസ് 2 ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ആയാലും സെയിം കണ്ടീഷൻ അറൈസ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ രണ്ട് കണ്ടീഷനും കറക്റ്റ് ആണ്. എന്താണ്? നോൺ സെഗ്രിഗേഷൻ ഓഫ് XX ഇൻ അനാഫേസ് 1 ഓഫ് oogenesis, നോൺ സെപ്പറേഷൻ ഓഫ് X ക്രോമസോം ഇൻ അനാഫേസ് 2 ഓഫ് oogenesis. XX സെപ്പറേറ്റ് ചെയ്യുന്നത് അനാഫേസ് 1 Xന്റെ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അനാഫേസ് 2 രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ആയാൽ 22 ഓട്ടോസോം പ്ലസ് XX എന്ന കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ അത് Y ഉള്ള ഗ്യാമേറ്റുമായി ഫ്യൂസ് ചെയ്താൽ ഉറപ്പാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. നോൺ സെപ്പറേഷൻ ഓഫ് Y ക്രോമസോം സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ഉണ്ടായാൽ അല്ലേ? അതായത് സ്പെർമാറ്റോജനസിന്റെ അനാഫേസ് 2 Y ക്രോമസോം സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ഉണ്ടായാൽ 2 Y ക്രോമസോം വരത്തേ ഉള്ളൂ, അല്ലാതെ 2 X ക്രോമസോം വരത്തില്ല. സോ ദിസ് ഈസ് ഫോൾസ്. അപ്പോൾ ബോത്ത് 1 and 2 ഈസ് ദ ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 40. Pick out the correct statement. Hemophilia is a sex-linked genetic recessive gene disorder. അപ്പോൾ X linked ആണ്, കറക്റ്റ് ആണ്.
Turner syndrome is due to aneuploidy, correct ആണ്, monosomy ആണ്, 2n-1 ആണ് condition. Myotonic dystrophy is an autosomal dominant gene disorder, അതും correct ആണ്. Sickle cell anemia is an X-linked recessive gene disorder, autosome linked, അല്ലേ? Sickle cell anemia is an autosome linked recessive gene disorder and this is located on chromosome 11. So 1, 2, 3 correct ആണ്. Fourth option മാത്രം false ആയിട്ടുണ്ട്. So option 2 is the right answer. Next question. Which is incorrect? In sickle cell anemia, mutant hemoglobin molecule undergo polymerization under low oxygen tension, resulting in sickle cell structure, അല്ലേ? അതായത് മ്യൂട്ടന്റ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ആണെങ്കിൽ ദാറ്റ് അണ്ടർഗോ പോളിമറൈസേഷൻ. ഹീമോഗ്ലോബിൻ്റെ എത്രാമത്തെ പൊസിഷനിൽ? ബീറ്റാ ഗ്ലോബിൻ ചെയിൻ്റെ 6ാമത്തെ പൊസിഷനിൽ വാലൈൻ ആണ് വരുന്നതെങ്കിൽ ദാറ്റ് മ്യൂട്ടന്റ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അണ്ടർഗോ പോളിമറൈസേഷൻ ഡ്യൂറിംഗ് ലോ ഓക്സിജൻ ടെൻഷൻ. സോ ദർ ഇൻ ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് RBC ഫ്രം എന്താണ് നോർമൽ ബൈകോൺകേവ് ടു സിക്കിൾ ഷേപ്പ്. Then option 2, a hemophilic daughter born only when father and mother should be hemophilic. നോക്കാം, നമുക്കൊരു ഹീമോഫിലിക് ഡോട്ടർ ഉണ്ടാവണമെങ്കിൽ മദർ അറ്റ്ലീസ്റ്റ് കാരിയർ ആൻഡ് ഫാദർ എങ്ങനെയായിരിക്കണം? ഹീമോഫിലിക് മസ്റ്റ് ബി. അപ്പോൾ ഒരു കാരിയർ ആയിട്ടുള്ള ഫീമെയിലിന് ഹീമോഫിലിക് ആയിട്ടുള്ള മെയിൽ മാരി ചെയ്താൽ ഇവിടെ നമുക്കറിയാം ഈ XHും ഈ XHും കൂടെ ചേർന്ന് XH എങ്ങനെയുള്ള ഒരു ഹീമോഫിലിക് ഫീമെയിൽ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഹീമോഫിലിക് ഡോട്ടർ ബോൺ ചെയ്യണമെങ്കിൽ ഫാദറും മദറും ഷുഡ് ബി ഹീമോഫിലിക്. തെറ്റല്ലേ? ഫാദർ ഹീമോഫിലിക്കും മദർ കാരിയർ ആയാലും ഉണ്ടാവും. പിന്നെ ഹീമോഫിലിക് ആയിട്ടുള്ള മദർ വയബിൾ അല്ല, അൺവയബിൾ ഡ്യൂറിങ് ലേറ്റർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അതിന്റെ ഫീറ്റൽ സ്റ്റേജിൽ തന്നെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ തന്നെ അബോർട്ട് ചെയ്ത് പോകും. അപ്പോൾ അൺവയബിൾ ആയിട്ടുള്ള ഒരു പ്രോജനിയാണ് XH. അപ്പോൾ അത് ഒരിക്കലും ഹീമോഫിലിക് ആയിട്ടുള്ള ഒരു പ്രോജനി ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഹീമോഫിലിക് പ്രോജനി ഉണ്ടാവുന്നത് കാരിയർ ഫീമെയിലും ഹീമോഫിലിക് മെയിലും തമ്മിലുള്ള മാരേജാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഏതാ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇൻക്രീസ് ഇൻ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോം due to failure of cytokinesis after telophase may one of the reason for polyploidy. പോളിപ്ലോയിഡിക്കുള്ള ഒരു കാരണം പഠിച്ചതാണ്. failure of cytokinesis after telophase results in increase in whole set of chromosome leading to a condition called polyploidy. Then failure of segregation of chromatids during cell division results in aneuploidy. അല്ലേ? ക്രൊമാറ്റിഡുകൾ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ആയാൽ നമുക്കറിയാം. ബൈവലന്റ് സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ആയാലും ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യാൻ ഫെയിലിയർ ആയാലും അനിപ്ലോയിഡി ഉണ്ടാവും. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് റോങ്. Question number 42. Given below are two statements. One is assertion and other is reason. Phenyl pyruvic acid is excreted through urine when phenyl ketonic human. നമുക്കറിയാം ഫിനൈൽ കീറ്റോനൂറിക് ഹ്യൂമൻസിൽ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിൻ്റെ എന്താണ് യൂറിനിലൂടെ ഫിനൈൽ പൈറുവേറ്റ് എക്സ്ക്രീറ്റ് ചെയ്യും. മച്ച് ഓഫ് ദ ഫിനൈൽ പൈറുവിക് ആസിഡ് ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്യുവർ അബ്സോർപ്ഷൻ ബൈ കിഡ്നീസ്. ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്ക് എൻസൈം ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു റെസസീവ് ജീൻ ഡിസോർഡർ ആണ്. അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന് ഫിനൈൽ അലാനിനെ ടൈറോസിനായി കൺവേർട്ട് ചെയ്യുന്നുള്ള എൻസൈം ഇല്ല. അപ്പോൾ ആ എൻസൈമിൻ്റെ പേരാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ആ എൻസൈം ഇല്ലാത്ത കാരണം എന്ത് ചെയ്യുന്നു? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിൽ ഫിനൈൽ പൈറുവേറ്റ് അല്ലെങ്കിൽ ഫിനൈൽ പൈറുവേറ്റ് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. കുറേയൊക്കെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും കുറച്ചൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് മെന്റൽ റിട്ടാർഡേഷൻ മറ്റൊരു കോസ്. So both assertion and reason are correct and reason is the correct explanation of assertion. Next question. Which of the following statements are correct about Klinefelter syndrome? The disorder was first described by Langdon Down in 1866, that is regarding Down syndrome. Such an individual has overall masculine development. However, feminine development is also expressed. അല്ലേ? Klinefelter syndrome ഒരു ഫീച്ചറാണ്. ഓവറാൾ മസ്കുലിൻ ഡെവലപ്മെന്റ് ആയിരിക്കും, ബട്ട് ഫെമിനൈൻ ഡെവലപ്മെന്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ്. ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഈസ് ഷോർട്ട് സ്റ്റേറ്റേഡ്. അത് വരുന്ന ഷോർട്ട് സ്റ്റാറ്റേർഡ് ആയിട്ട് വരുന്നത് ഏതിലാണ് നമ്മൾ പഠിച്ച? ഡൗൺ സിൻഡ്രത്തിലും വരാം, അതുപോലെ ഏതിലും ടേർണർ സിൻഡ്രത്തിൽ വരും.
ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് റിട്ടാർഡ്, അത് ഡൗൺ സിൻഡ്രത്തിന്റെ ഫീച്ചറാണ്. സച്ച് ഇൻഡിവിജ്വൽസ് ആർ സ്റ്റെറൈൽ. കറക്റ്റ് ആണ്. ടർണർ സിൻഡ്രം ആയാലും ക്ലൈൻഫിൽറ്റർ സിൻഡ്രം ആയാലും സ്റ്റെറൈൽ ആയിരിക്കും. സോ ബി ആൻഡ് ഇ ഓൺലി റൈറ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ഏതാണ് ക്ലൈൻഫിൽറ്റർ സിൻഡ്രം. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Abnormalities due to X-linked recessive genes are more among males than female. X-linked recessive ജീനുകൾ കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. X-linked recessive ജീൻ മെയിൽസിൽ മോർ ആവാൻ കാരണം മെയിൽസിന് സിംഗിൾ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. സിൻസ് ഫിമെയിൽ ഹാവ് 2 എക്സ് ക്രോമസോം, ഫിമെയിൽ വിൽ ബി അഫക്റ്റഡ്. കാരണം ഫിമെയിൽസിന് 2 എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് 2 അലീൽസ് ഉണ്ട്. ഈ 2 അലീലും റിസസീവ് ആയാലേ അഫക്റ്റഡ് ആകും. എന്നാൽ മെയിൽസിന്റെ കേസിൽ 1 അലീൽ മാത്രമേ ഉള്ളൂ. ഒരു ജീന് 1 അലീൽ മാത്രമുള്ള കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹെമിസൈഗസ്. അതിൽ ഞാൻ പറഞ്ഞു എക്സ് ലിങ്ക്ഡ് ജീൻസ് ആർ സെക്സ് ലിങ്ക്ഡ് ജീൻസ് ആർ എന്താണ് ഹെമിസൈഗസ് ഇൻ മെയിൽസ്. അപ്പൊ മെയിൽസിന് ഒരു ജീനിന്റെ 1 അലീൽ മാത്രമേ ഉള്ളൂ എക്സ് ക്രോമസോമിൽ അല്ലെങ്കിൽ വൈ ക്രോമസോമിൽ വരുന്നതിൽ. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കും? 1 അലീൽ റിസസീവ് ആയി തന്നെ ഡിസീസ്ഡ് ആയി, 1 അലീൽ ഡോമിനന്റ് ആയാൽ അൺഅഫക്റ്റഡ് ആയി. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ മെയിൽ ഹെമിസൈഗസ് ആണ്. മെയിൽ മോർ സസെപ്റ്റിബിൾ എന്നുള്ളതല്ല, മെയിൽ ലിങ്കേജ് ആബ്സെന്റ് എന്നുള്ളതല്ല. ഫിമെയിൽസ് ആർ ഓൾവേസ് ഡോമിനന്റ്, അതുമല്ല. ഫിമെയിലും റിസസീവ് വരാം, അഫക്റ്റഡ് വരാം, കാരിയസ് വരാം, ഡോമിനന്റും വരാം. സോ മെയിൽസ് ആർ ഹെമിസൈഗസ്. അതുകൊണ്ടാണ് ചാൻസ് ഓഫ് എക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് ആർ മോർ ഇൻ ഹ്യൂമൻ ബീങ്സ്. ക്ലിയർ? നെക്സ്റ്റ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലിങ്കേജ് ഓഫ് ജീൻ. അല്ല, statement regarding 2 alla statements regarding linkage of genes. The strength of linkage is determined by distance between 2 genes. നമ്മൾ നേരത്തെ വരച്ചിട്ടതാണ്. 2 ജീനുകൾക്കിടയ്ക്കുള്ള സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് എന്താണ്? ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഹയർ ആയിരിക്കും, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ലെസർ ആയിരിക്കും. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഹയർ ആയാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നേരത്തെ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളായ YW, അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഹയർ, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 1.3% ഉള്ളൂ. എന്നാൽ W ആൻഡ് എന്താണ് M ലൂസിലി ലിങ്ക്ഡ് ആണ്. അപ്പോൾ സ്ട്രെങ്ത് കുറവാണ്, ലെസറാണ്. പക്ഷേ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഹയർ ആയി. സോ നമുക്ക് പറയാം സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ, വൈൽ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഈസ് ഇൻവേർഷണൽ. സ്ട്രെങ്ത് കൂടിയാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറഞ്ഞു, സ്ട്രെങ്ത് കുറഞ്ഞാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടി. ആ ഡയഗ്രം നോക്കിയാൽ മതി. Then the 2 genes are said to be linked when they fails to show independent assortment. ശരിയല്ലേ? 2 ജീനുകൾ എന്താണ് ലിങ്ക്ഡ് ആണെന്ന് പറയണമെങ്കിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇല്ലായിരിക്കണം, സെയിം ക്രോമസോമിലായിരിക്കണം. ഡിഫറെന്റ് ക്രോമസോമിൽ ഇരിക്കുന്ന ജീനുകൾക്ക് ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. Then the possibility of variation in gametes is reduced by linkage. Linkage reduces the probability of variation. പാരന്റൽ ടൈപ്പുകളാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ all options are correct, so 1 is the right answer. Next question. Male fruit fly is heterogamitic. Male fruit fly heterogamitic ആണ്. കാരണം XY ആണ്, 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. In male grasshopper 50% of sperms have no sex chromosome. Male grasshopperൽ 50% spermsന് സെക്സ് ക്രോമസോം ഇല്ല എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ്. In domesticated fowls the sex of the progeny is determined by type of the sperm getting fertilized. ശരിയല്ലേ? സോറി, ടൈപ്പ് ഓഫ് ദ സ്പെർം ഫോൾസ് അല്ലേ? കാരണം ബേർഡ്സിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം നമുക്കറിയാം. ZW ആണ്. ZW ഫിമെയിൽ ആയതുകൊണ്ട് 2 ടൈപ്പ് ഫിമെയിൽ അല്ലെ ഗാമേറ്റ് ഫിമെയിൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് എഗ്ഗിനെ സ്പെർം ഫെർട്ടിലൈസ് ചെയ്യുന്നു എന്നാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രോജനിയുടെ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്, തേർഡ് ഓപ്ഷൻ ഫോൾസ്. Human males have one of their sex chromosome much shorter than other. Correct അല്ലേ? സോ ഇവിടെ തേർഡ് ഓപ്ഷൻ മാത്രമാണ് റോങ് ആയിട്ടുള്ളത് അല്ലേ? സോ ആൻസർ ഓപ്ഷൻ 3. The following human pedigree filled symbol represent affected individual. Identify the type of a given pedigree. Filled symbol നോക്കൂ, ഫിൽഡ് സിമ്പിൾ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഇവിടെ മെയിൽസ് ആണ് ഫസ്റ്റ് പാരന്റിൽ അഫക്റ്റഡ് ആയിട്ട്. പ്രോജനി വന്നപ്പോൾ മെയിൽസിനും ഫിമെയിൽസിനും. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ എക്സ് ലിങ്ക്ഡ് ആണ്. ഒരു എക്സ് ലിങ്ക്ഡ് ജനറ്റിക് ഡിസോർഡർ എപ്പോഴും അല്ലെ എക്സ് ക്രോമസോം മെയിൽ പാരന്റിൽ നിന്ന് ആർക്കാണ് കിട്ടുക? ഫിമെയിൽസിന്.
അപ്പോൾ അങ്ങനെ എക്സ് ലിങ്ക്ഡ് ജനറ്റിക് ഡിസോർഡർ ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ ഒരിക്കലും ഫിമെയിലിന് മാത്രമേ ഡിസോർഡർ ഫിമെയിലിന് മാത്രമേ ഡിസോർഡർ വരുമായിരുന്നുള്ളൂ, മെയിൽസിന് വരില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ മെയിൽസിനും ഫിമെയിൽസിനും വന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ്. മെയിലിനുണ്ടായിരുന്ന ഡിസോർഡർ ഫിമെയിൽ പ്രോജനിക്കും മെയിലിനും കിട്ടി. മെയിലിന്റെ വൈ ലിങ്ക്ഡ് ആയിരുന്നെങ്കിൽ മെയിൽ പ്രോജനിക്ക് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ, എക്സ് ലിങ്ക്ഡ് ആയിരുന്നെങ്കിൽ ഫിമെയിൽ പ്രോജനിക്ക് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. ഇവിടെ രണ്ടുപേർക്കും ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് സെക്സ് ലിങ്ക്ഡ്. അപ്പോൾ നമുക്ക് എക്സ് ലിങ്ക്ഡ് ഡിസീസ് എന്നുള്ളത് ഒഴിവാക്കാം. ഇനിയുള്ളത് ഓട്ടോസോമൽ ഡോമിനന്റ് ആൻഡ് ഓട്ടോസോമൽ റിസസീവ്. ഓട്ടോസോം ലിങ്ക്ഡ് നോക്കൂ, ഡോമിനന്റ് ആണെങ്കിൽ പാരന്റിലുള്ള ഡിസോർഡർ പ്രോജനിക്ക് അപ്പിയർ ചെയ്യും. പക്ഷെ പാരന്റിന് ഡിസോർഡർ ഇല്ലെങ്കിൽ ഒരിക്കലും പ്രോജനിക്ക് അപ്പിയർ ചെയ്യില്ല. അൺഅഫക്റ്റഡ് പാരന്റ്സിന് അഫക്റ്റഡ് പ്രോജനി പെഡിഗ്രിയിൽ എവിടെയെങ്കിലും കണ്ടാൽ ദാറ്റ് മസ്റ്റ് ബി ഡ്യൂ ടു റിസസീവ് ജീൻ ഡിസോർഡർ. ഇവിടെ നോക്കൂ, സെക്കൻഡ് ജനറേഷനിൽ നിന്നുണ്ടായ പ്രോജനി മാരി ചെയ്തു, അവർക്കുണ്ടായ പ്രോജനിയിൽ അഫക്റ്റഡ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഉണ്ട്. സോ അൺഅഫക്റ്റഡ് പാരന്റ് ആണ് അഫക്റ്റഡ് പ്രോജനി. അൺഅഫക്റ്റഡ് പാരന്റിന് അഫക്റ്റഡ് പ്രോജനി കണ്ടാൽ എന്തായിരിക്കും? റിസസീവ് ജീൻ ഡിസോർഡർ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3. ഇത്രയേ ഉള്ളൂ. അൺഅഫക്റ്റഡ് പാരന്റ്സിന് അഫക്റ്റഡ് പ്രോജനി ഉണ്ടായാൽ that must be due to recessive gene disorder. So option 3 is the right answer. Next question number 48. In a test grows, the progeny data shows the following percent of recombination between genes D, F and C. D and F 11%. Recombination frequency when cross conducted ഏതൊക്കെയാണ്? ജീൻ ഡി ആൻഡ് എഫ്. സി ആൻഡ് ഡി 13% ആൻഡ് സി ആൻഡ് എഫ് 24%. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെപിക്ട്സ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദീസ് 3 ജീൻ? അപ്പോൾ ആ ക്രോമസോമിൽ ഈ ജീനിന്റെ ഓർഡർ നമ്മൾ പഠിച്ചതാണ്. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി തന്നിരുന്നാൽ അക്കോർഡിംഗ് ടു ആൽഫ്രഡ് സ്റ്ററ്റീവാൻ ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് ജീൻ പെയർസ് ഓഫ് എ ക്രോമസോം can be used to measure the distance between linked genes. Recombination frequency നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? Recombination frequencyയും distance between linked geneും proportionate ആണ്. So the recombination frequency of gene pairs in a chromosome can be used to determine the distance between linked gene and thus linkage maps can be constructed. ഇവിടെ 3 ജീനുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും ഡിസ്റ്റൻസും പ്രപ്പോർഷനേറ്റ് ആണ് നമുക്കറിയാം. നമ്മൾ പഠിച്ചു റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് 1% ഈസ് ഈക്വൽ ടു 1 മാപ്പ് യൂണിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ലിങ്ക്ഡ് ജീൻ. അല്ലേ, 1% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഒരു ടെസ്റ്റ് ക്രോസിൽ കിട്ടിയാൽ ആ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1 മാപ്പ് യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡ്രോ ദ ക്രോമസോം. അല്ലേ, ലിങ്കേജ് മാപ്പ് വരയ്ക്കാൻ ഈ ക്രോമസോമിനെ ഫസ്റ്റ് ഡ്രോ ഇറ്റ് ആസ് എ ലൈൻ. ഇങ്ങനെ ഒരു ലൈൻ പോലെ വരയ്ക്കും. എന്നിട്ട് ഇതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണോ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന 11. അപ്പോൾ 11 ആണ് ലീസ്റ്റ് വാല്യൂ. അതിനെ ഈ വരച്ച ക്രോമസോമിന്റെ സെന്ററിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ലീസ്റ്റ് വാല്യൂ? ഡി ആൻഡ് എഫ്. അപ്പോൾ ഡി, എഫ് എന്നീ ജീനുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 11 മാപ്പ് യൂണിറ്റ് ആണ്. ഞാൻ ആ 11 മാപ്പ് യൂണിറ്റ് ഇവിടെ മാർക്ക് ചെയ്യും. ക്ലിയർ? ഇനി നെക്സ്റ്റ് ലീസ്റ്റ് വാല്യൂ നോക്കുക. ഓർഡറിലാണ് അടുത്ത് വരുന്ന സി ആൻഡ് ഡി 13%. അപ്പോൾ ഇവിടെ ഡി ഉണ്ട്. നമുക്ക് ഡിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഡിയുടെ ഇവിടെ ഇനി ഒരു ജീനും കൂടെ ഉള്ളൂ. ഏതൊക്കെയാ? സി ഡി എഫ്. അപ്പോൾ ഡി എഫ് ആയി, ഇനി ഒരു സിയും കൂടെ ഉണ്ട്. സി ഒന്നുകിൽ ഡിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാം, അല്ലെങ്കിൽ ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ വരാം. ആദ്യം നമുക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ വന്നാൽ എങ്ങനെ ഇരിക്കും നോക്കാം. സി ഇവിടെ വന്നാൽ നോക്കൂ, ഡിയും സിയും അല്ലെങ്കിൽ സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 13 പെർസെൻറ്റേജ് ആണ്. അപ്പൊ 13 മാപ്പ് യൂണിറ്റ് വരും ഇത്രയും അകലം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ ഏതൊക്കെയാ? എഫും സിയും എഫും തമ്മിലുള്ള അകലം തന്നിരിക്കുന്നത് കറക്റ്റ് ആവുമോ? അപ്പൊ ഇവിടെ ആക്ച്വലി ഏതിൻ്റെയൊക്കെയാ? ഡി ആൻഡ് എഫിന്റെയും സി ആൻഡ് ഡിയുടെയും അഡിറ്റീവ് വാല്യൂ ആണ് 24. അപ്പോൾ ഇവിടെ 11 പ്ലസ് ഏത് കൂട്ടുമ്പോൾ 13 കൂട്ടുമ്പോഴാണ് എന്ത് വരേണ്ടത്? 23 വരേണ്ടത്. അപ്പോൾ ഡിക്കും സിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും എത്ര? 13 മാപ്പ് യൂണിറ്റ് ആണെങ്കിൽ സി ഒരിക്കലും റൈറ്റ് ഹാൻഡ് സൈഡിൽ വരില്ല. കാരണം
സിയും എഫും ഇത്രയും അകലമെങ്കിൽ 24 വരണം. അപ്പോൾ അത് ഫോൾസ് ആവും. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ആ പ്രൊസീജിയർ പറഞ്ഞതേ ഉള്ളൂ. നമുക്കപ്പോൾ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എവിടെ മാർക്ക് ചെയ്തിരുന്നു? ഡിയും അതുപോലെ എഫും സെന്ററിൽ മാർക്ക് ചെയ്തു. എന്താ അതിന്റെ ഡിസ്റ്റൻസ്, മാപ്പ് ഡിസ്റ്റൻസ് 11 മാപ്പ് യൂണിറ്റ് ആണ് മാർക്ക് ചെയ്തത്. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ സി നോക്കി ആഡ് ചെയ്ത് നോക്കി, കറക്റ്റ് അല്ല. അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്നത് എവിടെ നോക്കാം? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഏതാണ്? സി ആൻഡ് ഡി. ഇതാ ഇവിടെ നോക്കൂ. സി ആൻഡ് ഡി എത്ര മാപ്പ് യൂണിറ്റാ പറഞ്ഞിരിക്കുന്നത്? 13 മാപ്പ് യൂണിറ്റ് ആണ് എം യു. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് 13 എം യു ആണ്. ഇനി അടുത്ത ലാസ്റ്റ് വാല്യൂ ഏതാണ്? സി ആൻഡ് എഫ്. ഇതിന്റെ രണ്ടിന്റെയും ആഡിറ്റീവ് വാല്യൂ അല്ലേ സി ആൻഡ് എഫ്? 13 + 11 24. അപ്പൊ ഇങ്ങനെ വന്നാൽ ജീൻ മാപ്പ് കറക്റ്റ് ആവും. ശരിയല്ലേ? അപ്പൊ ഈ മാപ്പ് നോക്കൂ. ഇവിടെ സിയും ഡിയും 11, ഡിയും എഫും സിയും ഡിയും 13, ഡിയും എഫും 11. സോ ഏതൊക്കെ തമ്മിലുള്ള സി ആൻഡ് എഫ്, ഇവർ തമ്മിലുള്ള ആഡിറ്റീവ് വാല്യൂ സി ആൻഡ് ഡി, ഡി ആൻഡ് എഫ് തമ്മിലുള്ള ആഡിറ്റീവ് വാല്യൂ ആണ് സി ആൻഡ് എഫ്. സോ 24. അപ്പോൾ ഓർഡർ ഓഫ് ജീൻ ഓൺ ദ ക്രോമസോം സി ഡി എഫ്, അല്ലെ തിരിച്ചു പറയാം എഫ് ഡി സി. ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? തേർഡ് ഓപ്ഷൻ. ഏതാ? എഫ് ഡി സി. ആദ്യത്തെ ഡി എഫ് സി വരില്ല, ഡി എഫ് സി വരില്ല, എഫ് സി ഡി വരില്ല, ഡി സി എഫും വരില്ല. അപ്പൊ ഇതില് സി ഡി എഫ് അല്ലെങ്കിൽ ഡി എഫ് സി, ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ജീൻ ഓൺ ദ ക്രോമസോം. പ്രൊസീജിയർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 49. Consider the following A to D and choose the option that contain correct statement in respect of a dihybrid cross involving linked gene. അപ്പോൾ മെൻഡൽ നടത്തിയ ക്രോസ് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്, നമ്മൾ പഠിച്ചു. ആ മോണോഹൈബ്രിഡും ഡൈഹൈബ്രിഡും ഒക്കെ നടത്തി, അതിൽ ഡൈഹൈബ്രിഡ് നമ്മൾ പഠിച്ചു. മെൻഡൽ നടത്തിയ ക്രോസിന്റെ പ്രത്യേകത, അവിടുത്തെ ഡൈഹൈബ്രിഡ് ക്രോസിൽ അയാൾ സെലക്ട് ചെയ്ത ജീനുകളെല്ലാം അൺലിങ്ക്ഡ് ജീനുകളാണ്, ഡിഫറെന്റ് ക്രോമസോമിലിരുന്ന ജീനുകളാണ്. സോ ദ റേഷ്യോ ഈസ് 9:3:3:1. പക്ഷെ ലിങ്ക്ഡ് ജീനുകളായാൽ ഒരിക്കലും മെന്റലിയൻ റേഷ്യോ ഡൈഹൈബ്രിഡ് കിട്ടിയതുപോലെ 9:3:3:1 അല്ലെങ്കിൽ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആയ 1:1:1:1 അൺലിങ്ക്ഡ് ജീൻ ആണെങ്കിൽ കിട്ടില്ല. അത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ലിങ്ക്ഡ് ജീനുകളുടെ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞു റീകോമ്പിനൻസ് നോട്ട് എക്സ്പെക്റ്റഡ്. ലിങ്ക്ഡ് ജീനുകളായാലും റീകോമ്പിനൻസ് കിട്ടുമെന്ന് നമുക്കറിയാം. ലിങ്ക്ഡ് ജീനുകളുടെ റീകോമ്പിനേഷന് കാരണം നമ്മൾ പഠിച്ചതാണ് ക്രോസിംഗ് ഓവർ ആണ്. കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ജീനുകൾ അല്ലെങ്കിൽ അവയ്ക്കിടയ്ക്ക് ക്രോസിംഗ് ഓവർ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന്റെ പെർസെൻറ്റേജ് റീകോമ്പിനേഷനിൽ നമുക്ക് കാണാം. മനസ്സിലായല്ലോ? അപ്പൊ റീകോമ്പിനൻസ് നോട്ട് എക്സ്പെക്റ്റഡ് എന്നുള്ളത് ഫോൾസ് ആണ്. റീകോമ്പിനൻസ് ആർ ഒബ്ടൈൻ, ബട്ട് എന്താണ്? അതിന്റെ ഫ്രീക്വൻസി വളരെ ലോവർ ആയിരിക്കും. പാരന്റൽ പ്രപ്പോർഷൻ ആയിരിക്കും കൂടുതൽ. അടുത്ത ഓപ്ഷൻ നോക്കാം. ജീൻസ് ഫാർ എപ്പാർട്ട് ഓൺ ദ സെയിം ക്രോമസോം ഷോ വെരി ലോ റീകോമ്പിനേഷൻ. അകലത്തിലിരിക്കുന്ന ജീനുകൾ അല്ലെ, അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ലോ ആണ്. ഫോൾസ് അല്ലേ? റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നമ്മൾ പഠിച്ചതാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ്. ഇതാണ് ഒരു റേഷ്യോ അല്ലെ, ഒരു റിലേഷൻ നമ്മൾ പഠിച്ചത്. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻ. മറ്റൊരു കാര്യം പഠിച്ചത് എന്താണ്? റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ്. അതായത് സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഹയർ ആണെങ്കിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ലെസർ, സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ലെസർ ആണെങ്കിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഹയർ. അപ്പൊ ഇവിടെ ജീൻ ഫാർ അപ്പാർട്ട് ഓൺ ദ സെയിം ക്രോമസോം. ഫാർ അപ്പാർട്ട് ആണെങ്കിൽ അത് ലൂസ്ലി ലിങ്ക്ഡ് ആണ്. ലൂസ്ലി ലിങ്ക്ഡ് ജീൻ ഫ്യൂ അല്ല, ഹൈ റീകോമ്പിനേഷൻ ആയിരിക്കും കാണിക്കുക. സോ ദാറ്റ് ഈസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, ജീൻസ് ലൂസ്ലി ലിങ്ക്ഡ് വിൽ ഈൽഡ് റീകോമ്പിനൻസ് എബവ് 50%. ലൂസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ജീനുകൾ 50%. അപ്പൊ നമുക്കറിയാം ഒരു ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് എടുത്താൽ നോർമലി കിട്ടുന്ന റേഷ്യോ ഇതാണ് 1:1:1:1 അല്ലെ. ഇതിൽ ആദ്യത്തെ രണ്ടും പാരന്റൽ ആണ്, ആദ്യത്തെ അവസാനത്തെയും. നടുക്കുള്ള രണ്ടും റീകോമ്പിനൻസ് ആണ്. അപ്പൊ നിങ്ങൾ റൗണ്ടല്ലോ റിങ്കിൾഡ് ഗ്രീൻ അല്ലെ തമ്മിൽ ക്രോസ് ചെയ്തു. ഫസ്റ്റ് ജനറേഷനിൽ എല്ലാ റൗണ്ടല്ലോ ആയിരുന്നു. ഹോമോസൈഗസ് റൗണ്ടല്ലോയും റിങ്കിൾഡ് ഗ്രീനും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ റൗണ്ട് യെല്ലോ F1 കിട്ടിയ റൗണ്ട് യെല്ലോയെ അതിന്റെ റിസസീവ് പാരന്റൽ ടൈപ്പുമായി ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ റേഷ്യോ ആണ് എഴുതിയിരിക്കുന്നത് 1:1:1:1. അതിൽ
എന്താണ് റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും പാരന്റിലായിരുന്നു, റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോയും റീകോമ്പിനന്റും. കിട്ടിയ റേഷ്യോ 1:1:1:1. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇവിടെ മാക്സിമം റീകോമ്പിനൻസ് ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്തപ്പോൾ കിട്ടി. ഈ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിലാണ് അതിന്റെ മാക്സിമം വന്നത് 50% റീകോമ്പിനൻസും 50% പാരന്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്രോസിലും റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നെവർ എക്സീഡ് 50%. പാരന്റൽ പ്രപ്പോർഷനേക്കാളും കൂടുതൽ ഒരിക്കലും റീകോമ്പിനൻസ് വരില്ല. മാക്സിമം റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വരാവുന്നത് 50% ആണ്. ഏതൊരു ക്രോസിലും മാക്സിമം റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വരാവുന്നത് 50% ആണ്. 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വരണമെങ്കിൽ ദാറ്റ് ജീൻസ് മസ്റ്റ് ബി അൺലിങ്ക്ഡ്. അൺലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ക്രോമസോമിൽ ഇരിക്കുന്ന ജീനുകളായിരിക്കണം. ഡിഫറെന്റ് ക്രോമസോമിൽ ഇരിക്കുന്ന ജീനുകൾ ഇൻഡിപെൻഡന്റായിട്ട് അസോർട്ട് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഒരു ടെസ്റ്റ് ക്രോസ് നടത്തിയാൽ 1:1:1:1 റേഷ്യോ കിട്ടും. സോ എന്താണ് 50% റീകോമ്പിനന്റ് കിട്ടാം. ലിങ്ക്ഡ് ജീനുകളിലും റീകോമ്പിനൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ലിങ്ക്ഡ് ജീനുകളുടെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീനിന് പ്രപ്പോർഷനേറ്റ് ആണ്. അപ്പോൾ ഒരു ജീൻ ഒരു ക്രോമസോമിന്റെ 2 എക്സ്ട്രീം എൻഡുകളിലാണെങ്കിൽ, ഈ നമ്മളെടുത്ത ജീനുകൾ ക്രോമസോമിന്റെ 2 എക്സ്ട്രീം എൻഡുകളിലാണ് ആ ജീനുകളുടെ ലൊക്കേഷൻ എങ്കിൽ there must be എന്താണ് റയർ ചാൻസ് ഓഫ് മാക്സിമം റീകോമ്പിനേഷൻ. മാക്സിമം റീകോമ്പിനേഷൻ നെവർ എക്സീഡ് 50%. അത് കിട്ടണമെങ്കിൽ ജീനുകൾ അൺലിങ്ക്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ്ലി അസോർട്ടിംഗ് ലോക്കസുകളിലായിരിക്കണം. ഡിഫറെന്റ് ക്രോമസോമിൽ ഇരിക്കുന്ന ജീനുകൾക്ക് ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ക്രോസുകളിൽ മാക്സിമം റീകോമ്പിനേഷൻ, അതൊക്കെ ടൈപ്പ് ഓഫ് ക്രോസ് ഉണ്ട്, അതിൽ 50% കിട്ടാം. ഇനി ലിങ്ക്ഡ് ജീനുകൾക്ക് ഒരിക്കലും മാക്സിമം റീകോമ്പിനേഷൻ 50% കിട്ടില്ല. കിട്ടണമെങ്കിൽ റയർ ചാൻസ് ആണ് 2 എക്സ്ട്രീം എൻഡുകളിലായിരിക്കണം ആ ജീനുകൾ. എന്നാലും കിട്ടുക എന്ന് പറയുന്ന റയർ ചാൻസ് ആണ്. അപ്പോൾ മാക്സിമം വരാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 2 എക്സ്ട്രീം എൻഡുകളിലായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നത് റീകോമ്പിനേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50% എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മനസ്സിലായല്ലോ? അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നെവർ എക്സീഡ് 50%. ഒരു ക്രോസിലും 50% മേൽ റീകോമ്പിനേഷൻ പോകില്ല. Then linked gene failed to show independent assortment. അല്ലെ, ലിങ്ക്ഡ് ജീനുകൾക്ക് ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന അല്ലെ സ്റ്റേറ്റ്മെന്റുകളിൽ ഫസ്റ്റ് ഫോൾസ് ആണ്. റീകോമ്പിനൻസ് നോട്ട് എക്സ്പെക്ടഡ് എന്നുള്ളത് ഫോൾസ് ആണ്. ജീൻസ് ഫാർ അപ്പാർട്ട് ഓൺ ദ സെയിം ക്രോമസോം വിൽ അല്ലെ ഷോ വെരി ഫ്യൂ റീകോമ്പിനേഷൻ തെറ്റാണ്. ലാർജ് നമ്പർ ഓഫ് റീകോമ്പിനൻസ് ഉണ്ടാവാം ഫാർ അപ്പാർട്ട് ആണെങ്കിൽ. ലാർജ് നമ്പർ മീൻസ് ഹയർ റേഷ്യോ ആയിരിക്കും. ദെൻ ജീൻസ് ലൂസ്ലി ലിങ്ക്ഡ് വിൽ yield a recombination above 50, and it is not that recombination frequency never exceed 50%. maximum recombination frequency ഒബ്സർവ് ചെയ്യുന്നത് അൺലിങ്ക്ഡ് ജീനുകളിലാണ്, അത് 50%. ഇനി എന്താണ്, ലിങ്ക്ഡ് ജീനുകൾക്ക് മാക്സിമം വരാം, അത് 50% ഒക്കെ കിട്ടുക എന്നുള്ളത് റയറസ്റ്റ് ചാൻസ് ആണ്. അതിന് 2 എക്സ്ട്രീം എൻഡുകളിലായിരിക്കണം ജീനുകൾ കാണപ്പെടുന്നത്. ഇനി ലിങ്ക്ഡ് ജീൻ ഫെയിൽ ടു ഷോ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഈസ് ഓൺലി ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ ഡി ഓൺലി, ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ കളർ ബ്ലൈൻഡ് ഫീമെയിൽ മാരീസ് എ മാൻ ഹൂസ് മദർ വാസ് ഓൾസോ കളർ ബ്ലൈൻഡ്. എ കളർ ബ്ലൈൻഡ് ഫീമെയിൽ മാരീസ് എ മാൻ. കളർ ബ്ലൈൻഡ് ഫീമെയിൽ ആകുമ്പോൾ നമുക്കറിയാം എന്താണ്, എക്സ് സി എക്സ് സി. എക്സ് ക്രോമസോമിൽ RSC വലിയിലുണ്ട്. അപ്പോൾ അത് കളർ ബ്ലൈൻഡ് ഫീമെയിൽ. മാരീസ് എ മാൻ എന്താണ്, ഹൂസ് മദർ വാസ് ഓൾസോ കളർ ബ്ലൈൻഡ്. മാരീസ് എ മാൻ ഹൂസ് മദർ. അപ്പൊ നമുക്കറിയാം മെയിൽസിന് എപ്പോഴും എക്സ് ക്രോമസോം കിട്ടുന്ന മദറിൽ നിന്നായിരിക്കും. ഇവിടെ അയാളുടെ മദറിന് കളർ ബ്ലൈൻഡ് ഫീമെയില് പറഞ്ഞു, നമുക്ക് ജീനോടൈപ്പ് കിട്ടി. കളർ ബ്ലൈൻഡ് മെയിൽ അല്ലെങ്കിൽ മെയിലിന്റെ ജീനോടൈപ്പ് എഴുതാനാണ് പോകുന്നത്. മെയിൽ അല്ലെ, കളർ ബ്ലൈൻഡ് ഫീമെയിലെ മാരീസ് എ മാൻ whose mother was also color blind. കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള മദർ ആകുമ്പോൾ അയാളിൽ നിന്ന് ഉറപ്പായിട്ടും XC ഒരു റിസസീവ് അലീൽ അവിടെ X ക്രോമസോമിൽ ഉണ്ടാവും. ആൻഡ് എന്താണ്, ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ ചാൻസസ് ഓഫ് ഹർ പ്രോജനി ഹാവിംഗ് കളർ ബ്ലൈൻഡ്നസ്. അപ്പോൾ അയാൾ മാരി ചെയ്ത പേഴ്സണും കളർ ബ്ലൈൻഡാണ്, കളർ ബ്ലൈൻഡ് മെയിലിനെയാണ് മാരി ചെയ്തത്. അപ്പോൾ പ്രോജനി ഏതുണ്ടായാലും നമുക്ക് നോക്കൂ
100% ചാൻസ് അല്ലേ കളർ ബ്ലൈൻഡ്നെസ്സിന്? അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 100%. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ZEOTS-7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.